നമസ്കാരം. മോർണിംഗ് വൈബ്സിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഗുഡ് മോർണിംഗ്. ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരുപാട് വാർത്തകളുണ്ട്. അതിലൊന്ന് നമ്മുടെ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ ഇന്ന് പുനരാരംഭിക്കുകയാണ്. ഏതാണ്ട് ഇതിന്റെ 3ാം ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. കാരണം അർജുനെ കാണാതായി ഇത്ര ദിവസം കഴിയുന്നു. 2 ഘട്ടങ്ങളുള്ള തിരച്ചിൽ ഫലപ്രദമായിരുന്നില്ല. ഇപ്പോൾ ഈ പുഴയിൽ ഒഴുക്ക് കുറഞ്ഞിട്ടുണ്ട്. അതെ, അത് അങ്ങനെ ഒരു സാഹചര്യം വരുമ്പോൾ നേവി ചൂണ്ടിക്കാണിച്ച സ്ഥലങ്ങളിലെ മണ്ണുകൾ മാറ്റിയുള്ള തെരച്ചിലാണ് ഇന്ന് തുടക്കം കുറിക്കുന്നത്. ഡ്രഡ്ജർ അല്പസമയത്തിനകം ഈ സ്ഥലത്ത് എത്തിക്കും എന്നുള്ളതാണ് ഏറ്റവും നിർണായകമായ കാര്യം. കാത്തിരിക്കുകയാണ് എല്ലാവരും എന്താണ് അർജുന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ. അതിന്റെ വിശദാംശങ്ങൾ ലഭ്യമാകുമെന്ന് കരുതാം. അപ്പം ഇന്ന് നമുക്കറിയാം, രാഷ്ട്രീയമായ ഒരുപാട് സംഭവവികാസങ്ങളുണ്ട്. ഇന്നലെ ADGP അജിത് കുമാറിനെതിരെ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. അതിന്റെ അന്വേഷണ സംഘത്തെ ഇന്ന് തീരുമാനിക്കും. മറ്റൊന്ന് ഇന്റർനാഷണൽ ലെവൽ അല്ലേ, പേജർ വോക്കി ടോക്കി സ്ഫോടന പരമ്പരകൾക്ക് ശേഷം ഇസ്രായേൽ ആക്രമണ പരമ്പര ശക്തമാക്കിയിരിക്കുകയാണ്. അതായത് ഒരു തുറന്ന ആക്രമണത്തിന് ഇസ്രായേൽ മുതിർന്നിരിക്കുകയാണെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അത് അങ്ങനെ അവിടെ ആ ഭാഗങ്ങളിൽ സംഘർഷഭരിതമാണ്. ഇനി എന്ത് സംഭവിക്കുമെന്ന കാര്യത്തിലൊക്കെ ലെബനിലൊക്കെ വലിയ ആശങ്കയാണ്. ഇലക്ട്രോണിക് ഉപകരണങ്ങളൊക്കെ ആളുകൾ ഉപേക്ഷിക്കുന്ന ആ ഭീതിയിലാണ്. ജനം മുഴുവൻ ആ ഒരു ഭീതിയിലാണ്. എല്ലാ മൊബൈൽ ഫോൺ ഉൾപ്പെടെയുള്ള സാധനങ്ങൾ ഉപേക്ഷിക്കാൻ തുടങ്ങിയിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ലെബനനിൽ. മറ്റൊരു കാര്യം കൃഷ്ണന്ത് പറഞ്ഞ ഇന്റർനാഷണൽ ഫിലിം ഡേ അല്ലേ ഇന്ന് നാഷണൽ ഫിലിം ഡേ, സെപ്റ്റംബർ 20 നാഷണൽ ഫിലിം ഡേ ആണ്. ഈ കോവിഡ് കഴിഞ്ഞതിന് ശേഷം സിനിമകൾ സജീവമായതിന്റെ ഓർമ്മ പുതുക്കലായുള്ള ആഘോഷമാണ്. ഇന്നൊരു കാര്യമുള്ളത് 99 രൂപയ്ക്ക് സിനിമ കാണാം എന്നുള്ളതാണ് അല്ലെ. പക്ഷേ നമ്മുടെ ഈ ഓൺലൈൻ ആപ്പുകളിലൊക്കെ നോക്കിയിട്ട് കാണുന്നില്ല. സെലക്ടഡ് ആയിട്ടുള്ള ചില പ്ലാറ്റ്ഫോമുകളിലുണ്ട് അല്ലെ. നേരിട്ട് എന്തായാലും ഒരു പക്ഷേ ആ പൈസക്ക് ടിക്കറ്റ് കിട്ടുമായിരിക്കും. അപ്പോൾ പ്രേക്ഷകർക്ക് ഈ സിനിമ കാണാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു ദിവസം കൂടിയാണ്. വൈകിട്ടൊക്കെ തിരക്കുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് ആദ്യം പോകേണ്ടത് അർജുന്റെ വാർത്തയിലേക്കാണ്. അർജുന്റെ അർജുനായുള്ള തിരച്ചിൽ ഇന്ന് പുനരാരംഭിക്കും എന്നുള്ള പ്രധാനപ്പെട്ട കാര്യമാണ്. മണ്ണിടിച്ചിലിൽ കാണാതായ കോഴിക്കോട് സ്വദേശി അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തിരച്ചിലാണ് ഇന്ന് ആരംഭിക്കുക. ഉച്ചയ്ക്ക് 12 മണിയോടെ ടഗ് ബോട്ടിൽ ഘടിപ്പിച്ച ഡ്രഡ്ജർ പ്രവർത്തിപ്പിച്ചുകൊണ്ടായിരിക്കും തെരച്ചിൽ. അർജുന്റെ ലോറി ഇന്ന് തന്നെ കണ്ടെത്താൻ ആകുമെന്ന പ്രതീക്ഷയിലാണ് ദൗത്യസംഘം. നിലവിൽ ഗംഗാവലി പുഴയിലെ നീരൊഴുക്ക് 1 നോട്ടായി കുറഞ്ഞത് തെരച്ചിലിന് അനുകൂലമാണ്. KV ബൈജു അവിടെ നേരിട്ട് വിവരങ്ങൾ പങ്കുവെക്കും. ബൈജു, ഡ്രഡ്ജർ ഏതാണ്ട് അടുത്ത് തന്നെ എത്തിയിട്ടുണ്ടല്ലേ? എത്ര മണിയോടുകൂടി ഈ നേവി ചൂണ്ടിക്കാണിച്ച സ്ഥലത്ത് ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കും? കാലാവസ്ഥ അനുകൂലമാണ്, ഒഴുക്ക് അനുകൂലമാണ്, പൊതുവെ സാഹചര്യങ്ങൾ അനുകൂലമാണ്. തീർച്ചയായും രഞ്ജിത്തെ, കാലാവസ്ഥ വളരെ അനുകൂലമാണ്. അത് മാത്രമല്ല, ഡ്രഡ്ജർ ഞാനിപ്പോൾ നിൽക്കുന്നത് ഗംഗാവലി പുഴയുടെ ആ സ്ഥലത്താണ്. അതായത് ലോറി കണ്ടെത്തിയ ആ ലോറി ഉണ്ടെന്ന് റഡാർ പരിശോധനയിലും അതുപോലെ തന്നെ സോണാർ പരിശോധനയിലും കണ്ടെത്തിയ ആ സ്ഥലത്താണ്. ഇവിടെ 10 മണിയോടുകൂടി ഡ്രഡ്ജർ എത്തും. ഇതിൽ 1ാം പാലം, അത് വേലിയിറക്ക സമയത്തായിരുന്നു 1ാം പാലം കടന്നതെങ്കിൽ 2ാമത്തെ പാലം, റെയിൽവേ പാലം, അത് വേലിയേറ്റ സമയത്ത് മാത്രമേ കടക്കാൻ സാധിക്കൂ. കാരണം അവിടെ മൺതിട്ടുകളൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. വെള്ളം കൂടുതൽ ഉണ്ടായെങ്കിൽ മാത്രമേ കടക്കാൻ പറ്റൂ. ആ ഒരു പ്രതിസന്ധി കൊണ്ടാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ട് പിറകിൽ തന്നെ ഡ്രഡ്ജർ ഇപ്പോൾ ഉണ്ട്. അത് 10 മണിയോടുകൂടി ഇങ്ങോട്ടേക്ക് പുറപ്പെടും. 12 മണിക്ക് ഈ തെരച്ചിൽ പുനരാരംഭിക്കാനാണ് എന്തായാലും ആലോചനയുള്ളത്. നമുക്കിപ്പോൾ രഞ്ജിത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ദൃശ്യങ്ങളിൽ കാണാം, വെള്ളം തെളിഞ്ഞ വെള്ളമാണ്. അതുപോലെ തന്നെ വെള്ളം ആ രീതിയിൽ മൺകൂനകളൊക്കെ കാണുന്ന രീതിയിലാണ് ഇപ്പോൾ ഉള്ളത്. നേരത്തെ ഈ പ്രദേശമാകെ അത്രത്തോളം വലിയ വെള്ളം ഉണ്ടായ ഒരു പ്രദേശമാണ്. അതൊക്കെ മാറി മൺകൂനകളൊക്കെ കാണുന്ന ഒരു സാഹചര്യമാണ്. ഇതിൽ ഒരു വെല്ലുവിളി ഉള്ളത്, വേലിയിറക്ക സമയത്ത് വലിയ തോതിൽ വെള്ളം കുറയുന്നത് ഈ ടഗ് ബോട്ട് ഡ്രഡ്ജർ ഇവിടെ എത്തിക്കാൻ പ്രതിസന്ധിയുണ്ട്. അതാണ് ഇന്നലെ ഇവിടെ ഈ ഗംഗാവലി പുഴയിൽ, അതായത് ദുരന്ത ഭൂമിയിലേക്ക് ഡ്രഡ്ജർ എത്തിക്കാൻ സാധിക്കാത്ത ഒരു അവസ്ഥ വന്നത്. പക്ഷേ അത് ഒരു 10 മണിയോടുകൂടി വെള്ളം കുറച്ചുകൂടി ഉയർന്നതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരം ആകും ആണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ വ്യക്തമാക്കിയത്. എന്തായാലും 12 മണിക്ക് തന്നെ ഈ തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം സജ്ജീകരിക്കാൻ പറ്റും എന്നാണ് ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കിയത്. അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം രഞ്ജിത്തെ, ഇതൊരു രക്ഷാ ദൗത്യമല്ല. അതേസമയം അർജുൻ ഉൾപ്പെടെ 3 പേർക്ക് എന്ത് സംഭവിച്ചു, ആ ലോറി
ലോറി എവിടെ, ഇത് പ്രധാനമായും കണ്ടെത്തുക എന്നത് തന്നെയാണ് ഈ ദൗത്യ സംഘത്തിന് മുന്നിൽ ഉള്ള ഏറ്റവും വലിയ പ്രധാനമായ കാര്യം. ആ രീതിയിലുള്ള തെരച്ചിലായിരിക്കും ഇന്ന് നടക്കുക. എന്തായാലും ലോറി കൃത്യമായി കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ലോറിയുടെ മുകളിൽ വലിയ തോതിൽ മൺകൂനകൾ രൂപപ്പെട്ടിട്ടുണ്ട്. അതുകൂടാതെ പാറക്കൂട്ടങ്ങളൊക്കെ ഉണ്ട്. അത് നീക്കം ചെയ്യേണ്ടതുണ്ട്. പ്രധാനമായും ഈ ഡ്രഡ്ജർ എത്തിക്കഴിഞ്ഞാൽ ആ മൺകൂനകൾ നീക്കം ചെയ്യുന്ന പ്രവൃത്തികളായിരിക്കും നടക്കുക. 2-3 മണിക്കൂറുകൾ കൊണ്ട് തന്നെ ലോറിയുടെ മുകൾ ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന മൺകൂനകൾ മാറ്റാൻ കഴിയുമെന്നാണ് ഡ്രഡ്ജർ കമ്പനി അധികൃതർ നേരത്തെ വ്യക്തമാക്കിയത്. എന്തായാലും ഗോവയിൽ നിന്നും മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ഡ്രഡ്ജർ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ഗംഗാവലി പുഴയ്ക്ക് തൊട്ടരികിലേക്ക് എത്തിക്കാൻ സാധിച്ചത്. ഏതായാലും ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുന്നതിന് മറ്റ് സാങ്കേതിക പ്രശ്നങ്ങളോ ഒന്നും തന്നെയില്ല. വേലി ഏറ്റ സമയത്തിനായി കാത്തിരിക്കുന്നതാണ്. ആദ്യ പാലം വേലി ഇറക്ക സമയത്തായിരുന്നു കടക്കേണ്ടത്. കാരണം അതൊരു ഉയരം കുറഞ്ഞ പാലമാണ്. അതുകൊണ്ട് തന്നെ വെള്ളം കുറയാൻ കാത്തിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ രണ്ടാമത്തെ റെയിൽവേ പാലമാണ് ഗോകർണ റെയിൽവേ സ്റ്റേഷന് തൊട്ടടുത്തുള്ള 17 സ്പാനുകളുള്ള ആ പാലം. അത് ഒരു പക്ഷേ വെള്ളം കൂടുതലുണ്ടായെങ്കിൽ മാത്രമേ ഇങ്ങോട്ടേക്ക് കടക്കാൻ പറ്റൂ. കാരണം മൺതിട്ടകളിൽ ഈ ബോട്ട് സഞ്ചരിക്കുന്നതിന് പ്രയാസമുണ്ട്. ഏതായാലും വെസൽ ബോട്ടും അതുപോലെ തന്നെ ഈ ടഗ് ബോട്ടും 2 ബോട്ടുകളാണ് കടന്നു വരേണ്ടത്. 10 മണിയോടുകൂടി തന്നെ ഈ ബോട്ട് ഇവിടെ എത്തിക്കാൻ ആകുമാണ് അധികൃതർ, അതായത് ഈ കമ്പനി അധികൃതർ വ്യക്തമാക്കുന്നത്. നമ്മുടെ ഈ തെരച്ചിലിന്റെ തെരച്ചിലിന്റെ ഒരു ഫലപ്രാപ്തി നേരത്തെ ബൈജു പറഞ്ഞ പോലെ രക്ഷാപ്രവർത്തനമല്ല ഇതിപ്പോൾ അർജുൻ എവിടെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വരേണ്ടതുണ്ട്. ലോറി അവിടെ ഉണ്ടോ എന്നത് സംബന്ധിച്ച് വ്യക്തത വരേണ്ടതുണ്ട്. അർജുനൊപ്പം കാണാതായ മറ്റ് 2 പേർ കൂടിയുണ്ട് എന്നുള്ളതും പ്രധാനമാണ്. അവർ അവിടെ ആ സംസ്ഥാനത്തുള്ള ആളുകളാണ്. അത് പ്രധാനമായും ഉള്ള കാര്യമാണ്. അപ്പോൾ നേരത്തെ നമുക്കറിയാം വലിയ ശക്തമായ ഒഴുക്കുണ്ടായിരുന്നു. ഈ മൺകൂനകൾ 2-3 മൺകൂനകൾ രൂപപ്പെട്ട പശ്ചാത്തലമുണ്ടായിരുന്നു. ഈ നമ്മൾ നേരത്തെ തന്നെ സ്പോട്ട് ചെയ്ത നേവി അടക്കം സ്പോട്ട് ചെയ്ത ഇന്ദ്രബാലനൊക്കെ അടക്കം സ്പോട്ട് ചെയ്ത പ്രദേശങ്ങൾ തന്നെ കേന്ദ്രീകരിച്ചാണോ മറ്റെന്തെങ്കിലും സാധ്യതകൾ ഉള്ളത് പരിശോധിക്കുന്നുണ്ടോ? ഇല്ല രഞ്ജിത്ത്, ആ കാര്യത്തിൽ നേവി കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം പരിശോധന നടത്തിയിരുന്നു. കൃത്യമായി ഈ ലോറി എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന് മുകളിൽ നേരത്തെ ഉണ്ടായതിനേക്കാളും കൂടുതൽ മൺകൂനകൾ ഉണ്ട് എന്നാണ് കഴിഞ്ഞ ദിവസം സോണാർ പരിശോധനയിൽ കണ്ടെത്തിയത്. ആ സ്ഥലം കൃത്യമായി കേന്ദ്രീകരിച്ച് തന്നെയാണ് പരിശോധന നടക്കുക. അവിടെ ഈ ലോറിയുടെ ഈ മരം കെട്ടാൻ ഉപയോഗിച്ച കയറൊക്കെ ലഭിച്ച സ്ഥലമാണ് ഞാനിപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തിന് തൊട്ട് സമീപം തന്നെയാണ്. അവിടെയാണ് കൃത്യമായ ഈ പരിശോധന നടക്കുക. അവിടെ ടഗ് ബോട്ട് അവിടെ ഉറപ്പിച്ചതിന് ശേഷം അത് ഈ ടഗ് ബോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ സമയം വേണം അത് ഇവിടെ ഉറപ്പിക്കാൻ. അതുകൊണ്ടാണ് 12 മണി എന്ന ഒരു സമയം ഇവർ പറഞ്ഞത്. 9:30-10 മണിയോടുകൂടി ഇവിടെ ടഗ് ബോട്ട് എത്തും. അതിനുശേഷം 3 മണിക്കൂറോളം സമയം ഇത് ഉറപ്പിക്കാൻ വേണം. അതിനുശേഷമായിരിക്കും ഈ മൺകൂനകൾ മാറ്റുന്ന പ്രവർത്തികളിലേക്ക് കടക്കുക. നേവിയുടെ നേതൃത്വത്തിൽ മുങ്ങൽ വിദഗ്ധർ അല്പസമയത്തിനകം ഇവിടെ എത്തും. ആ സംഘങ്ങളായിരിക്കും ഈ ലോറി ഏതെങ്കിലും തരത്തിൽ മൺകൂനകൾ മാറ്റി കണ്ടെത്തിയാൽ അതിന്റെ ക്യാബിൻ അരികിലേക്ക് എത്താൻ കഴിയുമോ എന്ന് പരിശ്രമിക്കുക. അതല്ലെങ്കിൽ ഒരു പക്ഷേ ക്രെയിൻ ഉപയോഗിച്ച് നാളെയോ മറ്റന്നാളോ ഈ ലോറി പുറത്തേക്ക് എടുക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അത് ഉണ്ടാകാൻ സാധ്യതയില്ല. കാരണം ഈ ലോറിയുടെ ക്യാബിനിലേക്ക് മൺകൂനകൾ നീക്കം ചെയ്താൽ എത്താൻ കഴിയുമെന്നാണ് ജില്ലാ ഭരണകൂടം ആ രീതിയിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു പക്ഷേ ഇന്ന് തന്നെ ആ ലോറിക്കരികിലേക്ക് എത്താൻ പറ്റും. അതേസമയം ആ ലോറി ക്യാബിനകത്തേക്ക് ഇന്ന് എത്താൻ കഴിയുമോ എന്നതാണ് ഇനി ഏറ്റവും പ്രധാനം. അത് നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, രഞ്ജിത്ത് ഇപ്പോൾ സൂചിപ്പിച്ചു, ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു രക്ഷാ ദൗത്യമല്ല. പക്ഷേ അതേസമയം തന്നെ 2 മാസത്തിലേറെയായി അർജുൻ എവിടെ എന്ന ഒരു ചോദ്യം ചോദിക്കാൻ തുടങ്ങിയിട്ട് ഒരുപക്ഷെ തുടക്കത്തിൽ തന്നെ നമ്മൾ ഇവിടെ ഈ റിപ്പോർട്ടിങ്ങിന് ഉണ്ടായ ഒരാൾ എന്ന നിലയിൽ ആ ചോദ്യം ആവർത്തിച്ചുകൊണ്ടേയിരുന്നു. ഇപ്പോഴും അർജുന്റെ ലോറിയും കാണാമറിയത്താണ്. അതുപോലെ തന്നെ ലോകേഷും ഈ ജഗന്നാഥും 2 പേരെയും കൂടി കണ്ടെത്താനുണ്ട്. കർണാടക സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വലിയ സമ്മർദ്ദമായിരുന്നു ഈ 2 പേരെ. ഏതായാലും ജിതിൻ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ജിതിൻ ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ജിതിനെ ഇപ്പോൾ എന്താണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വിവരം? ഇതെന്താണ് ഇപ്പോൾ ഈ ടഗ് ബോട്ട് എത്ര മണിക്ക് എത്തുന്നതാണ് അറിയാൻ സാധിക്കുന്നത്? ടഗ് ബോട്ട് എത്ര കറക്റ്റ് ആയിട്ടുള്ളൊരു സമയം ഈ വേലി കയറ്റുന്ന സമയത്ത് ഉച്ചയോടെ പിന്നെ ഇതിന്റെ വർക്ക് പുനരാരംഭിക്കുക എന്നായിരുന്നു ഇൻഫോം ചെയ്തത്. നമുക്ക് നോക്കാം. ഇപ്പോൾ ഇതുവരെ ഈ സമയം വരെ ഇത് എത്തിച്ചേർന്നിട്ടില്ല. എന്തായാലും കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യാം. കൂടുതൽ സമയം 1 മണിക്കൂറിനുള്ളിൽ ഇവിടെ എത്താനുള്ള ദൂരമാണെന്നാണ് മനസ്സിലാക്കുന്നത്.
അതുപോലെ തന്നെ നേവിയും അതുപോലെ തന്നെ ഈ അധികൃതരും പറയുന്നത് ഈ ലോറിക്കകത്ത് തന്നെ അർജുൻ ഉണ്ടാകാനുള്ള ഒരു സാധ്യതയാണ് അവർ കാണുന്നത്. കുടുംബവും അത് തന്നെയാണ് കാണുന്നത്. കാരണം ഒരു ലോറി ഇതിലെ കൂടി കടന്നു പോകുമ്പോൾ അർജുനോട് സംസാരിച്ചിരുന്നു, താൻ ഉറങ്ങുകയാണെന്ന് പറഞ്ഞിരുന്നു. അതൊക്കെ നമ്മൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തതാണ്. ഇപ്പോഴും കുടുംബം വിശ്വസിക്കുന്നത് ലോറി കണ്ടെത്തിയാൽ അർജുന്റെ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചിരുന്നു, ഇത് ഒരു രക്ഷാ ദൗത്യമല്ല, പക്ഷേ കുടുംബത്തിലും അതുപോലെ തന്നെ കേരളത്തിലെ ഒരുപാട് പേരുടെ പ്രാർത്ഥനയാണ് ഈ അർജുനെ ഒരു അവസാനമായി ഒരു നോക്ക് കാണുക എന്നത്. അത് തന്നെയല്ലേ കുടുംബം പ്രതീക്ഷിക്കുന്നത്. ലോറിക്ക് ക്യാബിനകത്ത് തന്നെ അർജുൻ ഉണ്ടാവുമെന്ന് തന്നെയാണ് ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതെ അതെ, തീർച്ചയായിട്ടും ക്യാബിൻ ഉള്ളിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു വിശ്വാസമാണ് നമ്മുടെ എല്ലാം. ഇതിനെല്ലാം ഒരു ഉത്തരം ലഭിക്കും തന്നെയാണ് കരുതുന്നത്. തീർച്ചയായും. ഓക്കെ, ശരി. അതാണ് ഇത്. ജിതിനൊക്കെ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഇവിടെ ഈ രീതിയിൽ ക്യാമ്പ് ചെയ്ത് ഉണ്ടായിരുന്നു. അർജുന്റെ സഹോദരി ഇന്ന് രാത്രിയോടുകൂടി ഇവിടെ എത്തുന്നുണ്ട്. എന്നാലും കുടുംബം ഇവിടെ വലിയ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. ഒപ്പം ഒരുപാട് പേർ നമുക്കും ഇത്തരത്തിൽ മെസ്സേജ് അയക്കുന്നു, ഈ ലോറി കണ്ടെത്താനാകുമോ? അത് തന്നെയാണ് ഇതിൽ ഏറ്റവും പ്രധാനം. ലോറി കണ്ടെത്തുക. എന്ത് സംഭവിച്ചു? ഈ 3 പേരെവിടെയാണ്? നമുക്ക് രഞ്ജിത്തെ ഒരു ദൃശ്യം കൂടി നമുക്ക് കാണാം. ഇത് ജഗന്നാഥിന്റെ കുടുംബം ഇവിടെ സ്ഥാപിച്ചതാണ്. അവർ ഒരു പക്ഷേ മാനസികമായി പൊരുത്തപ്പെട്ടിരിക്കുന്നു. ഈ ദൃശ്യം ജഗന്നാഥിന്റെ കുടുംബം ഇവിടെ അവരുടെ ആ ജഗന്നാഥിന് വേണ്ടിയുള്ള അന്ത്യകർമ്മങ്ങൾ ഉൾപ്പെടെ ചെയ്ത വളരെ ദയനീയമായ ഒരു ദൃശ്യമാണ്. അവർക്ക് ഇതുവരെ ജഗന്നാഥനെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ലെങ്കിലും അവർ ആ ഒരു ഇവിടെ അവരുടെ വിശ്വാസ പ്രകാരമുള്ള കാര്യങ്ങളൊക്കെ നടത്തി. ആ കുടുംബമാണ് ഇവിടെ റോഡ് ഉപരോധിക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലൊക്കെ കടന്നത്. വലിയ തോതിൽ പ്രതിഷേധം കലക്ടറേറ്റിൽ ഉൾപ്പെടെ ആ പ്രതിഷേധം നടത്തുന്ന ഒരു സാഹചര്യമൊക്കെ ആ കുടുംബത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ആ കുടുംബം അത്തരത്തിൽ ഇനി ഇല്ല എന്ന് വിശ്വസിച്ച് അവരുടെ അന്ത്യകർമ്മങ്ങളൊക്കെ ചെയ്തതിന്റെ അടയാളങ്ങളാണ് ഈ കാണുന്നത്. എന്തായാലും ആ 3 മക്കൾ അടങ്ങിയ പെൺമക്കൾ അടങ്ങിയ ആ കുടുംബത്തിന്റെ അത്താണിയായിരുന്നു ജഗന്നാഥ്. ജഗന്നാഥിന്റെ ഇതിൽ ഏറ്റവും ആശ്വാസമുള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് ചെയ്തതാണ്. ജഗന്നാഥിന്റെ അവരുടെ കുടുംബത്തിന് ഏതെങ്കിലും തരത്തിൽ അവർക്ക് ഉപജീവനത്തിന് മാർഗമില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവർക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിരുന്നെങ്കിലും ജോലി നൽകാൻ തയ്യാറായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ ഏറ്റവും സന്തോഷകരമായ ഒരു വാർത്ത, 3ാമത്തെ മകൾക്ക് RT ഓഫീസിൽ ഉടുപ്പിയിൽ ഇത്തരത്തിൽ ജോലി നൽകി എന്നതാണ്. 2ാമത്തെ മകൾ ഏതായാലും ടീച്ചിങ് മേഖലയിലേക്കും ഒരു ജോലി സാധ്യത അവർക്ക് വന്നിട്ടുണ്ട്. എന്തായാലും ആ കുടുംബം അനാഥമായിപ്പെട്ട ഒരു കുടുംബമാണ്. 20 വർഷമായി ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ലക്ഷ്മണന്റെ ചായക്കട ഉണ്ടായി എന്ന് പറയുന്ന ഈ സ്ഥലത്തെ ജോലിക്കാരനായിരുന്നു അയാൾ. ലക്ഷ്മണന്റെ ബന്ധു കൂടിയായിരുന്നു. ലക്ഷ്മണന്റെ കുടുംബം അപ്പാടെ ഇല്ലാണ്ടായി. അവരുടെ 5 പേരാണ്, കുഞ്ഞു മക്കൾ ഉൾപ്പെടെ ഇല്ലാതായത്. ആ ഹോട്ടലിലെ 20 വർഷമായി ഇതുവഴി പോകുന്ന ലോറിക്കാർക്കൊക്കെ അറിയാം. ലക്ഷ്മണനും അതുപോലെ തന്നെ ഈ ജഗന്നാഥനും ഒക്കെ വലിയ പരിചയമാണ്. അവർ സൗഹൃദം പങ്കിടും, അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കും. അത്രയും രീതിയിലുള്ള ഒരു ബന്ധമായിരുന്നു ഇവരുമായി ഉണ്ടായിരുന്നത്. ആ കുടുംബം അപ്പാടെ ഇല്ലാതായി. ഞാൻ ഇപ്പോൾ നിൽക്കുന്ന ഈ സ്ഥലത്തായിരുന്നു ആ ചായക്കട. അതിന്റെ ഒരു ഭാഗം പോലും ഇവിടെ കാണാനില്ല. ആ കുടുംബത്തിന്റെ വലിയ സങ്കടകരമായ കാഴ്ചയായിരുന്നു. അവരുടെ വീട്ടിൽ നമ്മൾ പോയതായിരുന്നു. ഏതായാലും അവർക്ക് ജോലി നൽകിയെന്ന ഒരു ആശ്വാസ വാർത്തയുണ്ട്. എന്തായാലും ഇന്ന് വലിയ പ്രതീക്ഷയുടെ ഒരു ദിവസം തന്നെയാണ്. ഈ ലോറി ഇന്ന് കണ്ടെത്താൻ കഴിയുമെന്ന വലിയ വിശ്വാസം തന്നെയാണ്, വലിയ പ്രതീക്ഷ തന്നെയാണ് ദൗത്യ സംഘത്തിനുള്ളത്. എന്തായാലും എന്താണ് അർജുനെ സംഭവിച്ചത്, എന്താണ് സംഭവിച്ചത് എന്ന കാര്യത്തിൽ വ്യക്തത പറയണം. ബൈജു, എത്ര മണിയോടുകൂടി ഏതാണ്ട് ദൗത്യം തുടങ്ങാൻ ആരംഭിക്കുമെന്നുള്ളതാണ്. ഈ ഡ്രഡ്ജർ ഉപയോഗിച്ചുള്ള തെരച്ചിലാണല്ലോ ഇപ്പോൾ ഉദ്ദേശിച്ചിരിക്കുന്നത്. മറ്റേതെങ്കിലും നേവിയുടെയോ മറ്റെന്തെങ്കിലും, നമ്മൾ നേരത്തെ അർജുൻ മാൽപ്പയുടെ ഒക്കെ സാന്നിധ്യം അവിടെ കണ്ടു. അങ്ങനെ കൂടുതലായ ആളുകളുടെ ഒരു സഹായവും സാന്നിധ്യവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടോ? അതിന്റെ ഒരു യോഗം ചേരുന്നതായി നമുക്ക് ഇന്നലെ അറിയാൻ സാധിച്ചിട്ടുണ്ട്. അപ്പൊ അതിന്റെ ഒരു വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും കൃഷ്ണന്തു, യോഗം ഇന്ന് ഉണ്ടാകില്ല. കാരണം അതിലൊരു തീരുമാനമായിരിക്കുന്നു 12 മണിക്ക്. അതായത് ഈ ടഗ് ബോട്ട് ഇവിടെ എത്തിക്കഴിഞ്ഞാൽ 3 മണിക്കൂർ സമയമാണ് അവർക്ക് അതിവിടെ ഉറപ്പിക്കാൻ വേണ്ടത്. അതിനുശേഷം 12 മണിയോടുകൂടി തന്നെ ഈ മണ്ണ് നീക്കുന്ന കാര്യങ്ങളിലേക്ക് അവർ കടക്കും. എന്തായാലും ഈ ഡ്രഡ്ജർ കമ്പനിയുടെ കാര്യത്തിൽ അവർ ഏത് രീതിയിലാണോ നേരത്തെ ഓരോ കാര്യങ്ങളും വ്യക്തമാക്കിയിരുന്നത് അത് കൃത്യമായി അവർ പാലിക്കുന്നുണ്ടായിരുന്നു. കാരണം ഗോവയിൽ നിന്നും അവർ കാർവാറിലേക്ക് എത്തിയതും കാർവാറിൽ നിന്നും അഴിമുഖത്തേക്ക് എത്തിയതും കൃത്യസമയത്തായിരുന്നു. ഇന്നലെയും അവർ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതാണ്, 10 മണിയോടുകൂടി ഇവിടെ ഈ ബോട്ട് എത്തിക്കാനാകുമെന്നാണ്. ആ 12 മണിയോടുകൂടി തന്നെ തങ്ങളുടെ ജോലി തുടരും എന്നാണ് പറഞ്ഞത്. എന്തായാലും ഈ ലോറി പുറത്തേക്ക് എടുക്കുക വലിയ ശ്രമകരമായ ജോലി തന്നെയാണ്. അതിന് വലിയ ക്രെയിൻ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ വേണ്ടിവരും. നിലവിൽ ജില്ലാ ഭരണകൂടം കണക്കുകൂട്ടുന്നത് ലോറിയുടെ ക്യാബിൻ അകത്തേക്ക് ഏതെങ്കിലും തരത്തിൽ മണ്ണ് നീക്കി എത്താൻ പറ്റുമോ എന്നതാണ്. അങ്ങനെയാണെങ്കിൽ ഈ ക്യാബിനകത്ത് അർജുൻ ഉണ്ടോ എന്നതാണ് ഏറ്റവും പ്രധാനം. അതൊക്കെ
ഏതായാലും ഇനി വരുന്ന മണിക്കൂറുകൾ വളരെ നിർണായകമാണ്. ഇന്ന് വൈകിട്ടോടുകൂടി തന്നെ അതിനൊക്കെ ഒരു ഉത്തരം ലഭിക്കുമോ? എന്തായാലും അത്തരത്തിലുള്ള ചോദ്യങ്ങൾ തന്നെയാണ് ഇപ്പോഴും ഉയരുന്നത്. കുടുംബം ഇവിടെ കാത്തിരിക്കുന്നു പ്രതീക്ഷയോടെ. ആ ലോറി ഇനി ഇപ്പോഴും കാണാമറയത്താണ്. എന്ത് സംഭവിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനമായും അറിയേണ്ടത്. ഒപ്പം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കന്നഡികരായ 2 പേരുണ്ട്, അവരെ കൂടി കണ്ടെത്താനുണ്ട്. അവർക്കുമായുള്ള തെരച്ചിൽ കൂടിയാണിത്. 11 പേരാണ് ഈ അപകടത്തിൽ കാണാതായത്. 8 പേരുടെ മൃതദേഹങ്ങൾ പിറ്റേ ദിവസം, അതായത് 2 ദിവസത്തിനകം തന്നെ കണ്ടെത്തുന്ന സാഹചര്യമുണ്ട്. ഞാനിപ്പോൾ നിൽക്കുന്ന ഇതേ സ്ഥലത്ത് നിന്നാണ് 8 പേരുടെ മൃതദേഹവും ലഭിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഈ ലക്ഷ്മണന്റെ ചായക്കടയിൽ ഉണ്ടായിരുന്ന ലക്ഷ്മണന്റെ കുടുംബവും ഒപ്പം അവിടെ എത്തിയ ആൾക്കാരുമാണ്. അത്തരത്തിൽ ശരവണൻ ഉൾപ്പെടെയുള്ളവരുടെ മൃതദേഹങ്ങളാണ് നേരത്തെ ലഭിച്ചതെങ്കിൽ 3 പേർ ആ സമയം മുതൽ കാണാനില്ല, ഏതെങ്കിലും തരത്തിൽ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ 3 പേരെ കണ്ടെത്തേണ്ടതുണ്ട്. അവർക്ക് എന്ത് സംഭവിച്ചു, ഏത് രീതിയിലാണ് ഇത് അപകടം സംഭവിച്ചത്, ലോറി എവിടെയാണ്, ഇത്തരം ചോദ്യങ്ങൾക്കാണ് ഉത്തരം കണ്ടെത്തേണ്ടത്. അതുകൊണ്ട് തന്നെ ഇത് ഇന്നത്തെ തെരച്ചിൽ വളരെ പ്രധാനമാണ്. മണ്ണ് നീക്കി ഈ ലോറി പുറത്തേക്കെടുക്കാൻ തന്നെയാണ് ആദ്യത്തെ ശ്രമം. അത് കൃത്യമായ സ്ഥലം നേവിയുടെ പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലം കേന്ദ്രീകരിച്ച് അവിടെ ബോട്ട് ഉറപ്പിച്ച് അതിനുശേഷം ആ മണ്ണ് നീക്കം ചെയ്ത് ആ ലോറി പുറത്തേക്കെടുക്കാനുള്ള ശ്രമമായിരിക്കും നടക്കുക. ഒരു പക്ഷേ ഇന്ന് തന്നെ ലോറി കണ്ടെത്താൻ സാധിക്കും. അങ്ങനെയാണെങ്കിൽ ലോറിക്ക് ക്യാബിനരികിലേക്ക് ഈ നേവിയുടെ മുങ്ങൽ വിദഗ്ധർ എത്താൻ പറ്റുമോ എന്ന് ശ്രമിക്കും. അതിന് സാധിക്കുന്നില്ലെങ്കിൽ ക്രെയിൻ ഉപയോഗിച്ച് ലോറി പൂർണ്ണമായും, നമ്മളത് കാർവാറിലും കണ്ടതാണ്, മണിക്കൂറുകളുടെ പരിശ്രമത്തിനൊടുവിലാണ് ആ ലോറി പുറത്തേക്കെടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഒരുപക്ഷെ അതിലും ദുഷ്കരമായിരിക്കും മണ്ണിൽ പൂണ്ടുകിടക്കുന്ന ഈ ലോറി പുറത്തേക്ക് എടുക്കുക എന്നത്. ആ ദൗത്യത്തിലേക്കായിരിക്കും സംഘം കടക്കുക. എന്തായാലും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ രക്ഷാ ദൗത്യമല്ല, ഒപ്പം അതന്നെ ഇവർക്ക് എന്ത് സംഭവിച്ചു എന്നറിയേണ്ട ഒരു ദൗത്യവുമായാണ് ജില്ലാ ഭരണകൂടം പോകുന്നത്. അതും ഏറ്റവും അവസാനഘട്ട തിരച്ചിൽ എന്ന് വേണം പറയാൻ. 3ാം ഘട്ടമാണ്. ഇത് ഏറ്റവും അവസാനമായ ഒരു പരിശ്രമം എന്ന് വേണം പറയാൻ. രഞ്ജിത്ത്, തീർച്ചയായും അതാണ് സാഹചര്യം. ഏതായാലും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു. അർജുൻ എന്ത് സംഭവിച്ചു, ലോറിക്ക് എന്ത് സംഭവിച്ചു, അർജുനൊപ്പം കാണാതായ മറ്റു 2 പേർ, അവരും ഈ പറഞ്ഞതുപോലെ ആ നാടിന്റെ, ആ കുടുംബത്തിന്റെ പ്രിയപ്പെട്ട ആളുകളാണ്. അവരുടെ വിവരവും ലഭ്യമാകേണ്ടതുണ്ട്. നേരത്തെ കാണിച്ച ദൃശ്യങ്ങളൊക്കെ ഏറെ ഹൃദയഭേദകമാണ്. കാരണം അവിടെ ഒരു സ്മാരകം പോലെ തന്നെ കുടുംബാംഗങ്ങളെത്തി ഒരു തരത്തിൽ ചെയ്ത് പോയി എന്നുള്ളതും വളരെ ദയനീയമായ കാഴ്ചയാണ്. നമുക്ക് മറ്റൊരു വാർത്തയിലേക്ക് പോകേണ്ടത്, ഈ പൾസർ സുനി നടിയെ ആക്രമിച്ച കേസിൽ ചൊവ്വാഴ്ചയാണ് പൾസറിന് ജാമ്യം കിട്ടിയത്. ഈ പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിചാരണ കോടതി പരിഗണിക്കുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസിലെ 1ാം പ്രതി പൾസർ സുനിയുടെ ജാമ്യാപേക്ഷ ഇന്ന് വിചാരണ കോടതി പരിഗണിക്കും. സുപ്രീം കോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെയാണ് പൾസർ സുനി ജാമ്യാപേക്ഷ സമർപ്പിച്ചത്. ഒരാഴ്ചയ്ക്കുള്ളിൽ ജാമ്യ വ്യവസ്ഥകൾ നിശ്ചയിച്ച് അപേക്ഷ പരിഗണിക്കാമെന്നാണ് സുപ്രീം കോടതിയുടെ ഉത്തരവ്. ജാമ്യവ്യവസ്ഥകൾ വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്നും കടുത്ത ജാമ്യവ്യവസ്ഥ വേണമെന്ന ആവശ്യം സർക്കാരിന് വിചാരണ കോടതിക്ക് മുന്നിൽ ഉന്നയിക്കാമെന്നും സുപ്രീം കോടതി അറിയിച്ചിട്ടുണ്ട്. അതായത് ഈ ജാമ്യവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കേണ്ടത് വിചാരണ കോടതിയാണ്. ആജ്ഞ രവീന്ദ്രനുണ്ട്. ആജ്ഞ ഈ ജാമ്യം നൽകി, പക്ഷേ പൾസറിന് പുറത്തിറങ്ങുക എന്നത് നിരവധി കടമ്പകൾ കടന്നാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. കാരണം മറ്റു ചില കേസുകളുണ്ട്, ചില വ്യവസ്ഥകളുമായി ബന്ധപ്പെട്ടായിരിക്കും. പ്രധാനപ്പെട്ട കേസാണ്. കോടതി പറഞ്ഞത് വിചാരണ തടവുകാരനായി തന്നെ ഇത്രയധികം കാലയളവ്, ഏതാണ്ട് തടവിന് പകുതിയിൽ അധികം വർഷം കിടന്നതിന്റെ ഒരു പശ്ചാത്തലത്തിലാണ് ശക്തമായ പ്രോസിക്യൂഷൻ വാദമുണ്ടായിട്ടും കോടതി ജാമ്യം അനുവദിച്ചത്. ഇനി എന്തൊക്കെ കടമ്പകളാണ് പൾസർ സുനിക്ക് മുന്നിലുള്ളത് ജാമ്യം കിട്ടാൻ? രഞ്ജിത്ത്, ഈ ജാമ്യ വ്യവസ്ഥ സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതിയോട് ആവശ്യപ്പെടാം. അതുപോലെ ജാമ്യ വ്യവസ്ഥകളെ പറ്റി വിചാരണ കോടതിക്ക് തീരുമാനിക്കാം. കഠിനമായ ജാമ്യ വ്യവസ്ഥകൾ വേണമെന്ന് സംസ്ഥാന സർക്കാരിന് കോടതിയോട് ആവശ്യപ്പെടാമെന്ന് സുപ്രീം കോടതി ഒരു ക്ലോസ് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ 2017 ഫെബ്രുവരി 23 മുതൽ പൾസർ സുനി ജയിലിൽ കിടക്കുകയാണെന്ന കാര്യം ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ വിചാരണ കോടതികളെ അതിരൂക്ഷമായി സുപ്രീം കോടതി വിമർശിച്ച ഒരു സാഹചര്യമുണ്ടായി. 7.5 വർഷം ഒരാൾ വിചാരണ തടവുകാരനായി ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടായത് എങ്ങനെയാണ് എന്ന് സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട്. ഇതിന് അതിരൂക്ഷമായ വിമർശനമാണ് വിചാരണ കോടതികൾ നേരിട്ടത്. മാത്രമല്ല, ഈ കേസിന്റെ വിചാരണ ഇനിയും നീണ്ടുപോകാനാണ് സാധ്യത. ഇതിപ്പോഴെങ്ങും അവസാനിക്കുന്ന കേസല്ല. അതുകൊണ്ട് തന്നെ പൾസർ സുനിക്ക് ഇക്കാര്യത്തിൽ ജാമ്യം നൽകണമെന്നാണ് സുപ്രീം കോടതി ആവശ്യപ്പെട്ടത്. അത് സുപ്രീം കോടതിയുടെ ഉത്തരവ് അങ്ങനെയായിരുന്നു. ഒരാഴ്ചക്കകം വിചാരണ കോടതികൾ
പൾസർ സുനിക്ക് ജാമ്യം നൽകണമെന്ന് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ പൾസർ സുനി ജാമ്യാപേക്ഷ വിചാരണ കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. ജാമ്യാപേക്ഷ ഇന്ന് പരിഗണിക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥനായ ബൈജു പൗലോസിനെ 87 ദിവസം ഈ കേസിലെ തന്നെ, നടിയെ ആക്രമിച്ച കേസിലെ തന്നെ 8ാം പ്രതിയായ ദിലീപിന്റെ അഡ്വക്കേറ്റ് ഇങ്ങനെ വിചാരണ ചെയ്ത് വിസ്തരിച്ചത് ഏത് സാഹചര്യത്തിലാണെന്നും കോടതി ചോദിക്കുകയുണ്ടായി. എങ്ങനെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥനെ ഇത്ര നീണ്ട വിസ്താരത്തിന് വിധേയമാക്കിയത്, ആ ഒരു സാഹചര്യം എന്തായിരുന്നു എന്നും മാത്രമല്ല, ഈ പൾസർ സുനിയുടെ അഡ്വക്കേറ്റും സുപ്രീം കോടതിയിൽ അത് ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. സർക്കാർ പോലും ആ കാര്യത്തിൽ എതിർത്തില്ല, അല്ലെങ്കിൽ ഒരു ഘട്ടത്തിലും സർക്കാർ പോലും അതിനെ ചോദ്യം ചെയ്തില്ല എന്നൊരു സാഹചര്യം കൂടി ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. വിചാരണ കോടതിക്ക് മുൻപാകെ സർക്കാരിന് ക്ലോസ് വയ്ക്കാമെന്ന് പറയുമ്പോഴും സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിക്ക് മുൻപാകെ ഈ പൾസർ സുനിക്ക് ജാമ്യം നൽകുന്ന സാഹചര്യത്തിൽ നൽകരുത്, അത് സമൂഹത്തിന് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കും, സമൂഹത്തിന് ഭീഷണിയാകും എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ കോടതിക്ക് മുൻപാകെ എന്ന ആശങ്കകൾ കോടതിക്ക് മുൻപാകെ വെച്ചിരുന്നെങ്കിൽ പോലും കോടതി അത് മുഖവിലക്കെടുത്തില്ല. പക്ഷെ പകരമേ പറഞ്ഞത് ഇങ്ങനെയാണ്: സംസ്ഥാന സർക്കാരിന് വിചാരണ കോടതികളോട് കഠിനമായ ജാമ്യ വ്യവസ്ഥകൾ നൽകാൻ ആവശ്യപ്പെടാമെന്നൊരു ക്ലോസ് കൂടി വെച്ചിട്ടുണ്ട്. എന്തായാലും ഈ വിചാരണ തടവുകാരൻ ഈ 7.5 വർഷക്കാലം ജയിലിൽ കഴിയുന്ന സാഹചര്യത്തെ ചോദ്യം ചെയ്ത് തന്നെയാണ് സുപ്രീം കോടതി മുന്നോട്ട് വന്നിരിക്കുന്നത്. രഞ്ജിത്ത് സൂചിപ്പിച്ചത് മറ്റു ചില കേസുകൾ ഉണ്ടെങ്കിൽ പോലും ഈ നടിയെ ആക്രമിച്ച കേസിൽ ഈ 2017 ഫെബ്രുവരി 23 മുതൽ ജയിലിൽ കിടക്കുന്ന ഒരു സാഹചര്യം കണക്കിലെടുത്ത് പൾസർ സുനിക്ക് ജാമ്യം കിട്ടാനുള്ള സാധ്യത എന്നല്ല, ജാമ്യം ലഭിക്കുക തന്നെ ചെയ്യും. പക്ഷേ അത് ഏതൊക്കെ ഉപാധികളോട് കൂടിയാണ് ജാമ്യം നൽകുക എന്നുള്ള കാര്യം കണ്ടു തന്നെ അറിയണം. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഏതായാലും പൾസർ സുനിക്ക് നിർണായകമായ ഒരു ദിവസമാണ്. ജാമ്യം ലഭിക്കുമോ എന്ന കാര്യം വിചാരണ കോടതിക്ക് തീരുമാനിക്കാമെന്ന്. കൂടാതെ ജയിലിൽ മൊബൈൽ ഉപയോഗിച്ചതിനും അതുപോലെ തന്നെ മോഷണ കേസിനും ഇദ്ദേഹത്തിന് ജാമ്യം ലഭിക്കാനുണ്ട് എന്നുള്ളതാണ്. പുറത്തിറങ്ങുക അത്ര എളുപ്പമുള്ള കാര്യമല്ല. പക്ഷെ പ്രധാനപ്പെട്ട കേസിൽ ജാമ്യം കിട്ടിയത് ആശ്വാസകരമാണ്. മറ്റു വാർത്ത: അനധികൃത സ്വത്ത് സമ്പാദന പരാതിയിൽ ADGP MR അജിത് കുമാറിനെതിരായ വിജിലൻസ് അന്വേഷണത്തിനുള്ള സംഘത്തെ ഇന്ന് പ്രഖ്യാപിക്കും. ഇന്നലെയാണ് DGPയുടെ ശുപാർശ മുഖ്യമന്ത്രി അംഗീകരിച്ചത്. വിജിലൻസ് ആസ്ഥാന SP കാർത്തിക്കിന്റെ നേതൃത്വത്തിലായിരിക്കും അന്വേഷണ സംഘം. അന്വേഷണ ഉത്തരവ് ഇന്ന് വിജിലൻസ് ഡയറക്ടർക്ക് കൈമാറും. വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചതോടെ MR അജിത് കുമാറിനെ സമാധാന ചുമതലയിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം CPI അടക്കമുള്ള കക്ഷികൾ കൂടുതൽ ശക്തമാക്കിയേക്കും. VV വിനോദ് വിവരങ്ങൾ പങ്കുവെക്കും. വിനോദ്, ഇന്നലെ രാത്രിയോടുകൂടിയാണ് മുഖ്യമന്ത്രിയുടെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം, അംഗീകാരമുണ്ടാവുകയും അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ വ്യക്തത വരികയും ചെയ്തത്. ഇതിപ്പോൾ ഇതിനിയും ഉദ്യോഗസ്ഥരെ തീരുമാനിക്കുക എന്നത് മാത്രമാണ്. ഒപ്പം സുജിത് അന്വേഷണമുണ്ട്. ഏത് രീതിയിലായിരിക്കും ഈ സംഘത്തിന്റെ ഇനിയുള്ള നീക്കം? വിനോദ്, കേൾക്കാമോ? അന്വേഷണം SP കാർത്തിക്കിന്റെ നേതൃത്വത്തിലായിരിക്കുമെന്നാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വിജിലൻസ് ഡയറക്ടർക്ക് ഉത്തരവ് കൈമാറും. DGPയുടെ ഉത്തരവ് മുഖ്യമന്ത്രി അംഗീകരിച്ച ഉത്തരവ് കൈമാറും. തുടർന്ന് സംഘത്തെ തീരുമാനിക്കും എന്നുള്ളതാണ്. പ്രാഥമികമായ ചില ധാരണകൾ ഈ സംഘങ്ങളുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുണ്ട്. വിനോദ, എന്തൊക്കെയാണ് വിവരങ്ങൾ? രഞ്ജിത്ത്, ഇന്ന് തന്നെ അന്വേഷണ സംഘത്തെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള തീരുമാനമുണ്ടാകും. വിജിലൻസ് ഡയറക്ടറായിരിക്കും ഈ പ്രത്യേക സംഘത്തിന് രൂപം നൽകുക. ഒരുപക്ഷെ വിജിലൻസ് ആസ്ഥാനത്തെ SP കാർത്തികിന്റെ നേതൃത്വത്തിലുള്ള സംഘമായിരിക്കും ഇത് അന്വേഷിക്കുക എന്ന സൂചനകളും പുറത്തു വരുന്നുണ്ട്. എന്നിരുന്നാലും LDF-ൽ വലിയ എതിർപ്പുകൾ, അത് CPI ഉൾപ്പെടെയുള്ള ഘടകകക്ഷികൾ ഉയർത്തിയ എതിർപ്പുണ്ട്. എന്തുകൊണ്ട് ഇതിൽ കാലതാമസം ഉണ്ടാകുന്നു? RSS കൂടിക്കാഴ്ചയാണ് ഏറ്റവും ഗൗരവകരമായി കാണുന്നത്. അതോടൊപ്പം തന്നെ PV അൻവർ നൽകിയ ഈ അനധികൃത സ്വത്ത് സമ്പാദന പരാതി, ഈ പരാതിയിലുള്ള തീരുമാനം ഈ ഓണം അവധിക്ക് മുൻപ് തന്നെ നൽകിയ ഒരു പരാതിയായിരുന്നു. പക്ഷേ അതിൽ പ്രവൃത്തി ദിവസങ്ങൾ പിന്നീട് ആരംഭിച്ചിട്ടും വൈകുന്ന ഒരു നിലപാടുണ്ടായി. ഇതിലാണ് പ്രതിഷേധം ഉയർന്നത്. എന്തിനെ ADGPയെ അങ്ങനെ സംരക്ഷിക്കുന്നു എന്ന ചോദ്യം പൊതുവിൽ ഉയർന്നത്. എന്നാൽ ഇപ്പോൾ കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് തന്നെയുള്ള തീരുമാനപ്രകാരമാണ് ഇത്തരത്തിലൊരു ഉത്തരവ് പുറത്തിറങ്ങുന്നത്. കൃത്യമായ പരിശോധന, കൃത്യമായ അന്വേഷണം, അത് ഈ കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളിൽ നിന്ന് പിടികൂടുന്ന സ്വർണം പങ്കിട്ടെടുത്ത സംഭവം, യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് 1.5 കോടി രൂപ പണം വാങ്ങി കേസ് ഒതുക്കുന്നതിന് നടത്തിയ നീക്കം, ഈ തരത്തിലുള്ള പരാതികളാണ് നേരത്തെ ഉയർന്നു വന്നത്. ഈ പരാതികളെല്ലാം തന്നെ വിജിലൻസ് അന്വേഷിക്കും. ഇതിനു പുറമെ DGPയുടെ നേതൃത്വത്തിലുള്ള മറ്റൊരു സംഘത്തിന്റെ അന്വേഷണവും MR അജിത് കുമാർ നേരിടുന്നുണ്ട്. കൊലപാതകം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പങ്ക്,
അതോടൊപ്പം തന്നെ അധികൃതമായ ഫോൺ ചോർത്തൽ തുടങ്ങിയ കാര്യങ്ങൾ. ഇതിനു പുറമെയാണ് സുജിത് ദാസ്, മുൻ SP സുജിത് ദാസിനെതിരെയുള്ള അന്വേഷണം കൂടി. അതും ഈ അനധികൃത സ്വത്ത് സമ്പാദനവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഉത്തരവിന്റെ ഭാഗമായി പറഞ്ഞിട്ടുണ്ട്. അത് SP ഓഫീസിന്റെ വളപ്പിൽ നിന്ന മരങ്ങൾ മുറിച്ചു മാറ്റിയത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് സുജിത് ദാസിനെതിരെയുള്ളത്. അതോടൊപ്പം തന്നെ ഈ സ്വർണം പിടികൂടിയത് പങ്കിട്ടെടുത്തു. സുജിത് ദാസും MR അജിത്കുമാറും കൂടി പങ്കിട്ടെടുത്തു എന്ന ആരോപണം, ഇത്തരം TV അൻവർ നേരത്തെ ഉന്നയിച്ച ആരോപണങ്ങൾ അതെല്ലാം തന്നെ ഉത്തരവിന്റെ ഭാഗമായും പറഞ്ഞിട്ടുണ്ട്. ഈ കാര്യങ്ങളെല്ലാം തന്നെ അന്വേഷിക്കും എന്നത് ഉത്തരവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. MR അജിത്കുമാറിനെ സംബന്ധിച്ച് കൂടുതൽ നിയമ കുരുക്കിലേക്ക് അല്ലെങ്കിൽ നിയമ നടപടികൾ നേരിടേണ്ട ഒരു സാഹചര്യത്തിലേക്കാണ് പോകുന്നത്. അത് DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ഒരു വശത്ത്, ഇപ്പോൾ വിജിലൻസ് ഡയറക്ടർ നിർദ്ദേശിക്കുന്ന സംഘത്തിന്റെ മറ്റൊരു അന്വേഷണം കൂടി നേരിടേണ്ട അവസ്ഥ. ഇതിനു പുറമെയാണ് RSS നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച. അത് അത്യന്തം ഗൗരവമുള്ള ഒരു സംഗതിയായി CPI ഉൾപ്പെടെ മുന്നണിയിലെ ഘടകകക്ഷികൾ ഉന്നയിക്കുന്നത്. RJD, NCP തുടങ്ങിയ കക്ഷികളെല്ലാം തന്നെ ഇത്തരത്തിൽ അവരുടെ നീരസം വ്യക്തമാക്കിയിട്ടുണ്ട്. അത് പരസ്യമാക്കിക്കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം പ്രകാശ് ബാബു, CPIയുടെ ഏറ്റവും ഉയർന്ന നേതാവായ പ്രകാശ് ബാബുവിന്റെ ലേഖനം കഴിഞ്ഞ ദിവസം വരികയും ചെയ്തു. ഇത് മുന്നണിയുടെ നയം എന്ന തരത്തിൽ തോന്നലുണ്ടാകുമ്പോൾ ഉദ്യോഗസ്ഥനെ മാറ്റുക എന്നത് തന്നെയാണ് അവിടെ കൈക്കൊള്ളേണ്ട നടപടി. ഇത് തന്നെയാണ് CPIയുടെ പൊതുവികാരം. തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് അതിൽ ഉൾപ്പെടെ ഈ കൂടിക്കാഴ്ചയ്ക്ക് പങ്കുണ്ട് എന്ന സംശയവും ആ തരത്തിലുള്ള ആരോപണങ്ങളും നേരത്തെ തന്നെ ശക്തമായി ഉയർന്നു വന്നിരുന്നു. ഇനി MR അജിത്കുമാറിന് ഈ സ്ഥാനത്ത് തുടരാൻ കഴിയുമോ എന്നതാണ് പ്രധാനമായും ഉയർന്ന ചോദ്യം. രണ്ട് തരത്തിലുള്ള അന്വേഷണമാണ്. അതായത് കൊലക്കുറ്റം അല്ലെങ്കിൽ കൊലപാതകം നടത്തി എന്നൊരു ഗുരുതരമായ, അത്യന്തം ഗുരുതരമായ ഒരു ആരോപണം. അതോടൊപ്പം തന്നെ സ്വർണം പിടികൂടുന്നത് പങ്കിട്ടെടുത്തു എന്ന മറ്റൊരു ആരോപണം. ഇതിൽ DGPയുടെ നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം ഒരു വശത്ത്, മറുവശത്ത് അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, പണം വാങ്ങി 1.5 കോടി രൂപ വാങ്ങി കേസൊതുക്കിയെന്ന മറ്റൊരു ആരോപണം. ഈ തരത്തിലുള്ള സ്ഥിതി നിൽക്കുമ്പോൾ, അതായത് സ്റ്റേറ്റിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥർ അവർ നേതൃത്വം നൽകുന്ന രണ്ട് അന്വേഷണത്തിന്റെ പരിധിയിലേക്ക് MR അജിത്കുമാർ വരുമ്പോൾ ADGP ലോ ആൻഡ് ഓർഡർ, ക്രമസമാധാന ചുമതലയുള്ള ഒരു ADGP അജിത്കുമാറിന് കഴിയുമോ എന്നൊരു ചോദ്യം കൂടിയാണ് ഇനി അവശേഷിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അജിത്കുമാറിനെ മാറ്റിയേക്കാനുള്ള സാധ്യത, അല്ലെങ്കിൽ അജിത്കുമാർ അവധിയിൽ പോകാനുള്ള സാധ്യത, ഇതും ഇപ്പോൾ ചില സാധ്യതകളായി ഉയർന്നു വരുന്നുണ്ട്. അതാണ് ഏതായാലും സാഹചര്യം. നമുക്ക് MR അജിത്കുമാറിന്റെ കാര്യത്തിൽ ഇനി എന്താണ് സംഭവിക്കുക എന്നത് കാത്തിരുന്ന് കാണേണ്ടി വരും. മറ്റൊരു വാർത്തയിലേക്ക് പോകണം അല്ലേ? അതെ, നിപ്പയ്ക്ക് പിന്നാലെ എംപോക്സും സ്ഥിരീകരിച്ച മലപ്പുറത്ത് ജാഗ്രത തുടരുന്നു. എംപോക്സിന്റെ വകഭേദം ഏതാണെന്ന് അറിയാനുള്ള പരിശോധനകൾ പുരോഗമിക്കുകയാണ്. നിലവിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇല്ലെന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചിട്ടുണ്ട്. CV അനുമോദ് വിവരങ്ങൾ പങ്കുവെക്കും. അനുമോദ്, മലപ്പുറത്ത് നിപ്പ, അതിനുശേഷം എംപോക്സ്, ഇങ്ങനെ തുടർച്ചയായി നമുക്ക് അപൂർവമായ രോഗങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന പശ്ചാത്തലമുണ്ട്. ആരോഗ്യമന്ത്രിയൊക്കെ ഇവിടെ ക്യാമ്പ് ചെയ്തിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. ആരോഗ്യവകുപ്പിന്റെ ജാഗ്രതയുണ്ട്. കൂടുതൽ ആളുകളിലേക്ക്, കൂടുതൽ സമ്പർക്ക പട്ടികയിലേക്ക് എത്തേണ്ടി വരുമെന്ന സൂചനകൾ ലഭ്യമായിരുന്നു. വിമാനത്തിലൊക്കെ സഞ്ചരിച്ചവരെ അടക്കം കണ്ടെത്തേണ്ടതുണ്ട്. എന്തൊക്കെയാണ് വകുപ്പിന്റെ പുതിയ നീക്കങ്ങൾ? രഞ്ജിത്ത്, നിലവിലെ സാഹചര്യത്തിൽ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. എംപോക്സ് സ്ഥിരീകരിച്ച ഇടവണ്ണ സ്വദേശിയുടെ സമ്പർക്ക പട്ടികയിലുള്ളവർക്ക് ആർക്കും തന്നെ രോഗലക്ഷണങ്ങൾ ഇതുവരെ വന്നിട്ടില്ല. പക്ഷെ അവർക്കെല്ലാം തന്നെ 21 ദിവസത്തെ നിരീക്ഷണത്തിനുള്ള നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. ഈ സമയത്തിനുള്ളിൽ ഏതെങ്കിലും തരത്തിൽ ഒരു ലക്ഷണങ്ങൾ കണ്ടെത്തുകയാണെങ്കിലാണ് ഇതിൽ ഒരു ആശങ്കയുണ്ടാകുന്ന സാഹചര്യം ഉണ്ടാവുക. അതല്ലെങ്കിൽ ഈ ഒരു സാഹചര്യത്തെ നേരിടാൻ കഴിയും എന്ന് തന്നെയുള്ള പ്രതീക്ഷയാണ് ആരോഗ്യവകുപ്പ് പങ്കുവയ്ക്കുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന്റെ കൂടെ യാത്ര ചെയ്തിരുന്ന വിമാനത്തിലെ യാത്രക്കാരെ, അദ്ദേഹം ഇരുന്നിരുന്ന സീറ്റിന് 3 റോ മുൻപിലും 3 റോ പിന്നിലുമുള്ള യാത്രക്കാരെ കണ്ടെത്താനുള്ള നടപടിയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. അവരെ കണ്ടെത്തി അവരെ കൂടി നിരീക്ഷണത്തിൽ കൊണ്ടുവരിക, എന്തെങ്കിലും തരത്തിലുള്ള രോഗലക്ഷണം ഉണ്ടെങ്കിൽ അവരെ കൂടി നിരീക്ഷിക്കുക എന്ന ഒരു കാര്യമാണ് ആരോഗ്യവകുപ്പ് ചെയ്യുന്നത്. ഒപ്പം തന്നെ ഈ എംപോക്സിന്റെ വകഭേദം ഏതാണെന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഇത് B2 വകഭേദമാണോ B1 വകഭേദമാണോ എന്ന് അറിയേണ്ടതുണ്ട്. കാരണം അതിന്റെ പകർച്ച, വ്യാപനത്തിന്റെ രീതി വ്യത്യസ്തമാണ്. അപ്പൊ അത് മനസ്സിലാക്കാനുള്ള പരിശോധനകൾ നടത്തുമെന്നും ആരോഗ്യവകുപ്പ് മന്ത്രി ഇന്നലെ വ്യക്തമാക്കിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിമാനത്താവളത്തിൽ നിലവിലുള്ള സാഹചര്യത്തിൽ നിയന്ത്രണങ്ങളും പരിശോധനകളും ഒക്കെ കേന്ദ്ര സർക്കാരാണ് നിശ്ചയിക്കുന്നത്. നിലവിലുള്ള പരിശോധനകൾ പുരോഗമിക്കും. പക്ഷെ അതിനപ്പുറത്തേക്കുള്ള നടപടികൾ കേന്ദ്ര സർക്കാരിന്റെ മാനദണ്ഡ പ്രകാരം മാത്രമേ നടപ്പാക്കാനാവൂ. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല. പക്ഷേ
ഈ രോഗം സ്ഥിരീകരിച്ച മേഖലകളിൽ മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾ നിർബന്ധമാക്കിയിട്ടുണ്ട്. കൂട്ടം കൂടുന്നതിന് നിയന്ത്രണമുണ്ട്. പക്ഷേ ഇത് കോവിഡ് പോലെയോ മറ്റേതെങ്കിലും അസുഖങ്ങൾ പോലെയോ പെട്ടെന്ന് പടർന്നു പിടിക്കുന്ന തരത്തിലുള്ള അസുഖമല്ല. സാഹചര്യം ഏതായാലും എംപോക്സിന്റെ സ്ഥിരീകരണമുണ്ട്. ഒപ്പം നേരത്തെ പറഞ്ഞതുപോലെ നിപ്പ അതിന്റെ പ്രശ്നങ്ങൾ മലപ്പുറത്തെ ബാധിക്കുന്ന പ്രശ്നമുണ്ട്. പക്ഷെ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കുന്നത്. ഇത് കൂടുതലായി എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളുള്ളത്? കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ കണ്ടത് അനുമോദ നിയന്ത്രണങ്ങൾ കടകൾ കൂടിച്ചേരലുകൾക്കൊക്കെ ഉണ്ടായിരുന്നു. അതിന് മാറ്റമൊന്നുമില്ലല്ലോ. കൂടുതലായി എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടോ? മാസ്ക് നിർബന്ധമാക്കിയ പശ്ചാത്തലമുണ്ടോ? അതേപടി തുടരുക എന്നുള്ളത് തന്നെയല്ലേ കുറച്ച് ദിവസത്തേക്ക്? രഞ്ജിത്ത്, നമുക്ക് ആശങ്കപ്പെടേണ്ട സാഹചര്യം ഇവിടെയില്ല. ഇവിടെ കോവിഡ് കാലത്ത് ഉണ്ടായിരുന്നത് പോലത്തെ ഒരു ആശങ്കയൊന്നും ഇപ്പോഴത്തെ അവസ്ഥയിൽ വേണ്ട എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പ് പറയുന്നത്. നിപ സ്ഥിരീകരിച്ച മേഖല, അതേപോലെ എംപോക്സ് സ്ഥിരീകരിച്ച മേഖല, ഈ രണ്ട് പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ച് കുറച്ചധികം നിയന്ത്രണങ്ങളുണ്ട്. അവിടെ മാസ്ക് കർശനമാണ്. മറ്റു ജില്ലയിൽ എല്ലായിടത്തും മാസ്ക് വെക്കണമെന്ന് നിർദ്ദേശമുണ്ടെങ്കിലും ഈ ഇടങ്ങളിൽ കർശനമാണ്. അതേപോലെ തന്നെ നിപ സ്ഥിരീകരിച്ച തിരുവാലി പഞ്ചായത്തിലെ 4 വാർഡുകളും മമ്പാട് പഞ്ചായത്തിലെ 1 വാർഡും അവിടെ ആളുകൾക്ക് കൂടിച്ചേരുന്നതിന് നിയന്ത്രണമുണ്ട്. അതേപോലെ തന്നെ കടകൾ തുറന്നു പ്രവർത്തിക്കുന്നതിന് സമയപരിധിയുണ്ട്. അങ്ങനെയുള്ള നിയന്ത്രണങ്ങൾ, ഒരു കർശനമായ കാര്യങ്ങളും ആ മേഖലയിലുണ്ട്. പക്ഷെ അതിനപ്പുറത്തെ ജില്ലയിൽ എവിടെയും വേറെ കൂടുതൽ നിയന്ത്രണങ്ങളോ നിരോധനങ്ങളോ ഒന്നും തന്നെ ഇല്ല എന്നുള്ളതാണ് നിലവിലെ സാഹചര്യം. ഇത് കോവിഡ് പോലെ പടർന്നു പിടിക്കുന്ന അസുഖമല്ല ഈ എംപോക്സ് എന്ന് ആരോഗ്യവകുപ്പ് ഇതിനോടകം തന്നെ വ്യക്തമാക്കുന്നു. നിപയുടെ കാര്യത്തിലാണെങ്കിലും ഇപ്പോൾ ഒരു ആശങ്ക വേണ്ട സാഹചര്യമില്ല. സമ്പർക്ക പട്ടികയിലുള്ള ആരും ഇതുവരെ നിപ പരിശോധനയിൽ പോസിറ്റീവ് ആയിട്ടില്ല. അത് ഒരു ആശ്വാസം നൽകുന്ന കാര്യമാണ്. അത് നിയന്ത്രണ വിധേയമായ ഒരു സാഹചര്യം തന്നെയാണ് ഇപ്പോൾ ഉള്ളത് എന്ന കണക്കുകൂട്ടലാണ് നിപയുടെ കാര്യത്തിൽ ആരോഗ്യവകുപ്പിനുള്ളത്. നിപയുടെ ഒരു സ്ഥിരീകരണം വന്നതിന് ശേഷം അതിന്റെ ഉത്ഭവത്തെക്കുറിച്ച്, ഉറവിടത്തെക്കുറിച്ചും അന്വേഷണം അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ അന്വേഷിക്കുന്നുണ്ട്. അതും മലപ്പുറം ജില്ലയിൽ നിന്ന് തന്നെയാണ് ഇയാൾക്ക് രോഗം പിടിപെടാനുള്ള സാഹചര്യം ഉണ്ടായത് എന്ന് തന്നെയാണ് ആരോഗ്യവകുപ്പിന്റെ നിഗമനമുള്ളത്. വവ്വാലുകൾ കടിച്ച പഴമോ അത് ഉപയോഗിച്ച മറ്റേതെങ്കിലും ജീവികളിൽ നിന്നുള്ള സംക്രമണമോ, അല്ലെങ്കിൽ ഉദാഹരണത്തിന് ഈ ഒരു വവ്വാൽ കഴിച്ച പഴം ഒരു പശുവോ മറ്റോ കഴിക്കുകയാണെങ്കിൽ ഒരുപക്ഷെ പശുവിന് ആ ഒരു രോഗബാധ ഉണ്ടാകില്ല. പക്ഷെ പശുവിന്റെ പാൽ ഉപയോഗിക്കുന്ന ആൾക്ക് ഇത് വരാനുള്ള സാധ്യത, അങ്ങനെ വിദൂരമായ ചില സാധ്യതകളും സാഹചര്യങ്ങളുമാണ് ആരോഗ്യവകുപ്പ് പരിശോധിക്കുന്നത്. എന്തിനാണെങ്കിലും നിലവിൽ നമുക്ക് നിയന്ത്രണ വിധേയമായ സാഹചര്യം തന്നെയാണ് മലപ്പുറത്തുള്ളത്. എംപോക്സ് ആണെങ്കിലും നിപയാണെങ്കിലും പറന്നു പിടിക്കുന്ന ഒരു സാഹചര്യമില്ല. അത് രോഗം സ്ഥിരീകരിച്ച മേഖലകളിൽ മാസ്ക് അടക്കമുള്ള കാര്യങ്ങൾക്കും കർശന നിർദ്ദേശമുണ്ട്. ആളുകൾ പങ്കുവച്ചത്. കഴിഞ്ഞ ദിവസം 2 ദിവസമായി ഈ NCPയുടെ മന്ത്രി ശശീന്ദ്രൻ മാറുമോ എന്ന കാര്യത്തിൽ ചില ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ NCPയിൽ 2 MLA മാർ തമ്മിൽ വലിയ പ്രശ്നങ്ങളുണ്ട്. അതിൽ നിർണായക ചർച്ച നടക്കുന്ന മുംബൈയിലാണ്. ശരത് പവാറിന്റെ വസതിയിലാണ്. ശരത് പവാറിനെ കാണാനായി AK ശശീന്ദ്രനല്ല, തോമസ് കെ തോമസും PC ചാക്കോയും പോയിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. മന്ത്രിസ്ഥാനം ഒരുപക്ഷെ ശരത് പവാർ ആവശ്യപ്പെട്ടാൽ മന്ത്രിസ്ഥാനം ഒഴിയും ശശീന്ദ്രൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വിവരമാണ്. സംസ്ഥാന പ്രസിഡന്റ് പദവി അങ്ങനെ ഒഴിഞ്ഞാൽ സംസ്ഥാന പ്രസിഡന്റ് പദവി തനിക്ക് തരണം എന്നാണ് ശശീന്ദ്രന്റെ നീക്കം. ദേശീയ വർക്കിംഗ് പ്രസിഡന്റ്, സംസ്ഥാന പ്രസിഡന്റും ദേശീയ വർക്കിംഗ് പ്രസിഡന്റുമായ PC ചാക്കോ പക്ഷേ ഈ പറഞ്ഞതുപോലെ 2 പദവി വഹിക്കാൻ പാടില്ല എന്നും ഒരു നിർദ്ദേശമുണ്ട് ശശീന്ദ്രൻ പക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന്. NCPയിൽ ശശീന്ദ്രനും PC ചാക്കോയും അടുത്തടുത്ത ആളുകളായിരുന്നു. ഇപ്പോൾ അവർ തമ്മിലുള്ള തെറ്റൽ തോമസ് കെ തോമസിനെ മന്ത്രിയാക്കണം എന്നുള്ള ആവശ്യം ഇപ്പോൾ ആ വിഭാഗം ഉന്നയിക്കുന്നത് പ്രതിസന്ധിയായിരിക്കുകയാണ്. LDF ഈ വിഷയത്തിൽ എന്ത് തീരുമാനമെടുക്കും, CPMന്റെ മനസ്സെന്ത് എന്നുള്ളത് കാത്തിരുന്നു കാണണം. KPCC ഭാരവാഹികളുടെയും അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് പോകുമ്പോൾ KPCC ഭാരവാഹികളുടെയും DCC പ്രസിഡന്റുമാരുടെയും യോഗം ഇന്ന് കൊച്ചിയിൽ ചേരും. ചേലക്കര, പാലക്കാട് സർവേ റിപ്പോർട്ടുകൾ ചർച്ചയ്ക്ക് വന്നേക്കും. ഉപതെരഞ്ഞെടുപ്പിനുള്ള പ്രാഥമിക സ്ഥാനാർത്ഥി ചർച്ചകളും നടക്കും. തൃശൂർ, ആലത്തൂർ തോൽവികളിലെ അന്വേഷണ റിപ്പോർട്ടുകൾ പരസ്യപ്പെടുത്തിയേക്കും. യോഗത്തിൽ KPCC, DCC പുനഃസംഘടന അടക്കം ചർച്ച ചെയ്യും. സംഘടനാ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും യോഗത്തിൽ പങ്കെടുത്തേക്കും. നമുക്കൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം നമ്മോടൊപ്പം ഒരു അതിഥിയുണ്ട്, ഗായകനാണ്. അദ്ദേഹത്തിലേക്ക് കൂടി പോകണം. മറ്റ് ഒരുപാട് വാർത്തകളുമുണ്ട്. ഷിരൂരിലേക്ക് കൂടി ഒരിക്കൽ കൂടി പോകേണ്ടതുണ്ട്. അങ്ങനെ ഒരുപാട് വാർത്തകൾ ഉണ്ടാകും. കാത്തിരിക്കുക. ഇടവേളയ്ക്ക് ശേഷം. ഇടവേള. പ്രവൃത്തി ദിവസങ്ങൾ ആരംഭിച്ചെങ്കിലും ഇതുവരെയും അക്കാര്യത്തിലൊരു നടപടി ഉണ്ടായിരുന്നില്ല. ഇതിനെതിരെയാണ്
മുന്നണിക്കുള്ളിൽ നിന്ന് തന്നെ വിമർശനം. പൊതുവിൽ പൊതുസമൂഹത്തിനുള്ളിൽ നിന്നും എന്തുകൊണ്ട് ADGPയെ മുഖ്യമന്ത്രി സംരക്ഷിക്കുന്നു അല്ലെങ്കിൽ സർക്കാർ സംരക്ഷിക്കുന്നു എന്ന ചോദ്യം ഉയർന്നിരുന്നു. EP ജയരാജനുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ അറിയാം. LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് അദ്ദേഹം പുറത്തു പോകുമ്പോൾ RSS കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട കാര്യമായിരുന്നു. ADGPയും ഇങ്ങനെ RSS നേതാക്കളുമായി കൂടിക്കാഴ്ച നടത്തിയെങ്കിലും അക്കാര്യത്തിൽ ഇതുവരെ ഒരു അന്വേഷണം ഉണ്ടായിട്ടില്ല. ഏതായിരുന്നാലും ഇപ്പോൾ ഈ വിജിലൻസ് അന്വേഷണം കവടിയാറിൽ ഒരു രാജകീയമായ വീട് നിർമ്മിക്കുന്നു, അതിന്റെ സ്രോതസ്, അതോടൊപ്പം തന്നെ സ്വർണ്ണക്കടത്ത് സംഘങ്ങളുമായി ബന്ധപ്പെട്ട വിവരം അല്ലെങ്കിൽ അവരിൽ നിന്ന് പിടികൂടുന്ന സ്വർണം അത് പങ്കുവെച്ചെടുക്കുന്നു. SP ആയിരുന്ന സുജിത് ദാസും ADGP MR അജിത്കുമാറുമാണ് ഇത്തരത്തിൽ പങ്കുവെച്ചെടുത്തതെന്ന PV അൻവറിന്റെ ആരോപണം. സുജിത് ദാസിനെതിരെയും ഇപ്പോൾ അന്വേഷണത്തിന് തീരുമാനമായിട്ടുണ്ട്. ഒരു യൂട്യൂബ് ചാനൽ ഉടമയിൽ നിന്ന് 1.5 കോടി രൂപ MR അജിത്കുമാർ വാങ്ങി കേസുകൾ എടുക്കാതിരിക്കുന്നതിന് വേണ്ടി അത്തരത്തിൽ പണം വാങ്ങി എന്ന ആരോപണവും PV അൻവർ ഉന്നയിച്ചിരുന്നു. ഏതായിരുന്നാലും PV അൻവറിന്റെ ഒരു ശുപാർശ പരാതിയിലാണ് DGPയുടെ ശുപാർശ ഉണ്ടായതും അതിലിപ്പോൾ വൈകിയെങ്കിലും തീരുമാനം അന്വേഷണത്തിന് ഉണ്ടായിരിക്കുന്നതും. സുജിത് ദാസിനെതിരെയുണ്ട് അന്വേഷണം. വിനോദ്, ഇതിപ്പോൾ നമുക്കറിയാം മുഖ്യമന്ത്രി ഈ വിഷയത്തിൽ ADGPയെ പിന്തുണയ്ക്കുന്നു എന്നായിരുന്നുവല്ലോ ആക്ഷേപം. DGP ശുപാർശ നൽകുന്നു, അതിനുശേഷം മുഖ്യമന്ത്രി അത് അംഗീകരിക്കുന്ന പശ്ചാത്തലം ഉണ്ടാകുന്നു. അജിത് കുമാറിനെ സംരക്ഷിക്കാൻ പറ്റാത്ത പശ്ചാത്തലത്തിലേക്ക് പാർട്ടിയും മുന്നണിയും എത്തിയ സാഹചര്യം കൂടി മുഖ്യമന്ത്രിയുടെ തീരുമാനത്തിന് പിന്നിൽ ഉണ്ടാകുമല്ലോ സ്വാഭാവികമായും. വലിയ സമ്മർദ്ദം തന്നെയാണ് ഇക്കാര്യത്തിൽ ഉണ്ടായിരുന്നത്. വയനാട് നമുക്കറിയാം, വയനാട്ടിലെ ദുരന്തം അതിപ്പോഴും നമ്മളെ കരയിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ ദുരന്തത്തിന് പിന്നാലെ ഒറ്റയ്ക്കായി പോയ ശ്രുതി എന്ന പെൺകുട്ടിയെ ചേർത്ത് നിർത്തിയ ജെൻസണും നമ്മളെ വിട്ടുപോയി. അത് വലിയ ദുഃഖമുണ്ടാക്കിയൊരു വാർത്തയാണ്. ജീവിതം തിരികെ പിടിക്കുകയാണ് ശ്രുതി. ഇന്നലെ ഒരു സംഭവം, അത് നമ്മുടെ T സിദ്ദിഖ് MLA ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കൂടിയാണ് നമ്മളത് കണ്ടത്. കാരണം ശ്രുതി ഒരു ആഗ്രഹം പറഞ്ഞു. ഈ വയ്യാതെ കിടക്കുന്ന സമയത്ത് തൻ്റെ അമ്മയടക്കം ഒരുപാട് ആളുകളെ നമുക്കറിയാം സംസ്കരിച്ചത് അവിടുത്തെ പൊതു കുഴിമാടത്തിലാണ്. ഒരുമിച്ചുള്ള സംസ്കാരമായിരുന്നു. ആ സമയത്തെ സാഹചര്യമൊക്കെ അങ്ങനെ ആയിരുന്നു. പക്ഷേ ഹൈന്ദവ ആചാരപ്രകാരം അമ്മയെ ദഹിപ്പിക്കണം എന്നുള്ള ഒരു ആഗ്രഹം ശ്രുതിക്കുണ്ടായിരുന്നു. അത് ശ്രുതി അടക്കമുള്ള ആളുകൾ MLA സിദ്ദിഖിനോടും മറ്റ് സന്നദ്ധ പ്രവർത്തകരോടും പറഞ്ഞു. തുടർന്നാണ് അത്തരത്തിൽ കുഴിമാടത്തിൽ നിന്ന് അമ്മയുടെ മൃതദേഹാവശിഷ്ടങ്ങൾ 6 ദിവസം മുമ്പാണ് ശ്രുതിയുടെ അമ്മ സബിതയുടെ മൃതദേഹം തിരിച്ചറിഞ്ഞത്. അങ്ങനെ മേപ്പാടി മാരിയമ്മൻ ക്ഷേത്രത്തിലെ പൊതുശ്മശാനത്തിൽ ഹൈന്ദവ ആചാരപ്രകാരം മൃതദേഹം. അങ്ങനെ ഒരുപാട് നല്ല മനസ്സുകളുടെ കാഴ്ചകൾ നമുക്ക് അവിടെ കാണാം. കാരണം മേപ്പാടി മാരിയമ്മൻ ക്ഷേത്ര പരിസരത്തേക്ക് കൽപ്പറ്റയിലെ ആശുപത്രിയിൽ നിന്ന് സ്ട്രെച്ചറിൽ കിടത്തി ശ്രുതിയെ ആംബുലൻസിൽ അവിടെ എത്തിച്ചു. നടക്കാൻ സാധിക്കില്ല, കാരണം ശ്രുതിയുടെ കാലുകൾ എന്ന ജെൻസനൊപ്പം ഉണ്ടായ ആക്സിഡന്റിൽ കാലുകൾക്ക് പ്രശ്നമുണ്ടായ സാഹചര്യം നമുക്കറിയാം. ഒന്ന് കരയാൻ പോലും ആകാത്ത സാഹചര്യത്തിലാണ് ശ്രുതി ഉണ്ടായിരുന്നത്. ജെൻസന്റെ പിതാവ് ജയനും ശ്രുതിക്കൊപ്പം ഉണ്ടായിരുന്നു ഈ പൊതുശ്മശാനത്തിൽ മൃതദേഹം ദഹിപ്പിക്കുമ്പോൾ എന്നുള്ളതാണ്. നമുക്കറിയാം ഈ ഉരുൾപൊട്ടലിൽ അച്ഛൻ ശിവണ്ണൻ, അമ്മ സബിത, സഹോദരി ശ്രേയ എന്നിവരുൾപ്പെടെ 9 പേരെ ശ്രുതിക്ക് നഷ്ടമായിരുന്നു അല്ലേ. ശ്രുതിയുടെ അച്ഛനെയും സഹോദരിയെയും നേരത്തെ സംസ്കരിച്ചു. DNA പരിശോധനയിലൂടെയാണ് അമ്മയെ തിരിച്ചറിഞ്ഞത്. ആ അമ്മയുടെ മൃതദേഹാവശിഷ്ടങ്ങളാണ് പിന്നീട് തിരിച്ചെടുത്ത് ഹൈന്ദവാചാരപ്രകാരം. ശ്രുതിയും ജെൻസനും ഓഗസ്റ്റ് ആ ഒരു സമയത്ത് പോയിട്ടും ഉണ്ടായിരുന്നു. അതെ, കുടുംബത്തിലെ എല്ലാവരും നഷ്ടമായപ്പോൾ ജെൻസനായിരുന്നു ശ്രുതിയുടെ ആശ്രയം, നമുക്കറിയാം. പിന്നീട് ഇപ്പോൾ ഈ കാണുന്ന കാഴ്ചകൾ ഹൃദയഭേദകമാണ്, ദുഃഖകരമാണ്. ശരീരാവശിഷ്ടങ്ങൾ പുറത്തെടുത്ത് ഹൈന്ദവാചാരപ്രകാരം സംസ്കരിച്ചു എന്നുള്ളതാണ്. സന്നദ്ധ പ്രവർത്തകരുടെ സാന്നിധ്യമുണ്ട്. T സിദ്ദിഖ് MLA മുൻകൈയെടുത്താണ് ഈ നടപടി നടത്തിയത്. 2 മാസം മുൻപ് പുതിയ വീടിൻ്റെ പാലുകാച്ചിലും ശ്രുതിയുടെ വിവാഹ നിശ്ചയവും ഒരുമിച്ചാണ് നടത്തിയത്. നമുക്കറിയാം ദുരന്തത്തിന് മുൻപ് ശ്രുതിയുടെ വിവാഹത്തിനായി കരുതി വെച്ചിരുന്ന 4 ലക്ഷം രൂപയും 15 പവൻ സ്വർണവുമാണ് അന്ന് ഈ ദുരന്തത്തിൽ ഒലിച്ചുപോയത്. അത് മാത്രമല്ല, അത് ഏറ്റവും വലിയ നഷ്ടം ബന്ധുക്കളായിരുന്ന ആളുകളെ മുഴുവൻ ശ്രുതിക്ക് നഷ്ടപ്പെട്ട പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വായിക്കണം. ഏറ്റവും ഒടുവിൽ ശ്രുതി പറഞ്ഞ ആഗ്രഹമാണ് ഈ അമ്മയെ ഹൈന്ദവാചാരപ്രകാരം സംസ്കരിക്കണം എന്നുള്ളത്. അത് പിന്നീട് നടത്തുകയും ചെയ്തു.
വയനാട്ടിലേക്ക് ഇപ്പോഴും ഒരുപാട് സഹായങ്ങൾ എത്തുന്നുണ്ട് കൃഷ്ണന്തു. വയനാട് മുണ്ടക്കൈ സ്കൂളിലെ 4 കുട്ടികൾക്ക് സൈക്കിൾ നൽകി മാവേലിക്ക് ലിറ്റിൽ കിങ്ഡം ജൂനിയർ സ്കൂളിൽ നടത്തിയ ഫുഡ് ഫെസ്റ്റിൽ ലഭിച്ച തുക ഉപയോഗിച്ചാണ് സൈക്കിൾ വാങ്ങി നൽകിയത്. രക്ഷിതാക്കളും കുട്ടികളും അധ്യാപകരും കൈകോർത്താണ് തുക സമാഹരിച്ചത്. മുണ്ടക്കൈയിൽ നടന്ന ചടങ്ങിൽ MLA ടി സിദ്ദിഖ് കുട്ടികൾക്ക് സൈക്കിൾ കൈമാറി. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു വാർത്തയുണ്ടല്ലേ, ദേശീയ ചലച്ചിത്ര ദിനം. ഇന്ന് ദേശീയ ചലച്ചിത്ര ദിനം. സിനിമാ പ്രേമികൾക്ക് വെറും 99 രൂപയ്ക്ക് തിയേറ്ററിൽ സിനിമ കാണാം. മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയാണ് സിനിമാ ആസ്വാദകർക്ക് ഈ അവസരം ഒരുക്കുന്നത്. ഇത് 3ാം തവണയാണ് അസോസിയേഷൻ ദേശീയ ചലച്ചിത്ര ദിനം സംഘടിപ്പിക്കുന്നത്. അതോടൊപ്പം ഇന്ന് വെള്ളിയാഴ്ച കൂടിയായതുകൊണ്ട് നിരവധി ചിത്രങ്ങളും റിലീസിനെത്തുകയാണ്. ഹരികൃഷ്ണൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സെപ്റ്റംബർ 20, 2024 മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ദേശീയ ചലച്ചിത്ര ദിനമായി ആചരിക്കുകയാണ്. ഇന്നത്തെ ദിവസം അതുകൊണ്ട് തന്നെ സിനിമാ പ്രേമികൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസവുമായി മാറുകയാണ്. 4000-ലധികം സ്ക്രീനിൽ വെറും 99 രൂപ നിരക്കിൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസത്തിൽ സിനിമ കാണാൻ സാധിക്കും. പ്രധാനമായും വമ്പൻ റിലീസുകളൊക്കെ നിൽക്കുമ്പോൾ തിയേറ്റർ റേറ്റ് അല്ലെങ്കിൽ ടിക്കറ്റ് റേറ്റ് ഇത്രയധികം കൂടുതലാണല്ലോ എന്ന് കരുതി തിയേറ്ററുകളിലേക്ക് പോകാൻ മടിച്ചു നിൽക്കുന്നവർക്ക് ഇന്നത്തെ ദിവസം പ്രധാനമായും ഉപയോഗിക്കാം. 2022 മുതലാണ് മൾട്ടിപ്ലക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഈ ഒരു ദേശീയ സിനിമാ ദിനം ആചരിക്കുന്നതുമായി മുന്നോട്ട് പോയത്. കോവിഡിന് ശേഷം പ്രത്യേകിച്ച് ആ വർഷത്തെ സിനിമാ വ്യവസായം സംരക്ഷിച്ചതിനും മുന്നോട്ട് കൊണ്ടുപോയതിനും പ്രേക്ഷകരോടുള്ള ഒരു നന്ദി സൂചകമായിട്ടാണ് ഈ ദിവസം ആചരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വെറും 100 രൂപയ്ക്ക് നിങ്ങൾക്ക് സിനിമകൾ തിയേറ്ററിൽ പോയി ആ ഒരു ദിവസം കാണാം. കഴിഞ്ഞ വർഷത്തെ കണക്കുകൾ സൂചിപ്പിച്ചാൽ 2023 ഒക്ടോബർ 13 ദേശീയ ചലച്ചിത്ര ദിനമായി ആചരിച്ചിരുന്നത്. അന്ന് 60 ലക്ഷത്തോളം ടിക്കറ്റുകളാണ് ഇന്ത്യ ഒട്ടാകെയുള്ള തിയേറ്ററുകളിൽ സ്ക്രീനുകളിൽ നിന്നും വിറ്റുപോയിരുന്നത്. അത്രയധികം പ്രേക്ഷകർ ദേശീയ സിനിമാ ദിനത്തെ ഈ ഓഫറിനെ വരവേൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇക്കൊല്ലവും സമാനമായ രീതിയിൽ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടിക്കറ്റുകൾ വിറ്റുപോകാനുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് സിനിമാ പ്രേക്ഷകരും പ്രേമികളും ഉറ്റുനോക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ ദിവസത്തെ ഈ ഓഫർ നിങ്ങൾ ഏറ്റവും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മൾട്ടിപ്ലക്സ് ചെയിനുകളിലൊക്കെ തന്നെ ലഭ്യമാണ്. PVR, ഐനോക്സ്, സിനിപോളിസ്, മൂവി മാക്സ് തുടങ്ങിയ വമ്പൻ ചെയിനുകളിലൊക്കെ തന്നെ മൾട്ടിപ്ലക്സ് ചെയിനുകളിലൊക്കെ തന്നെയാണ് ഈ ഓഫർ പ്രധാനമായും ഉള്ളത്. 4000-ലധികം സ്ക്രീനുകൾ ഇന്ത്യയിൽ ഒട്ടാകെ തന്നെ ഈ ഓഫർ ഉണ്ട് എന്നുള്ളതാണ്. ഇന്ന് വെള്ളിയാഴ്ച കൂടിയാണ്. അതുകൊണ്ട് തന്നെ പ്രധാനമായ ചില റിലീസുകളും ഇന്ന് വരുന്നുണ്ട്. ആ റിലീസ് സിനിമകളൊക്കെ തന്നെ 100 രൂപയ്ക്ക് പോയി കാണാൻ പറ്റുക എന്നുള്ളത് ഒരു നിസ്സാര ഓഫറുമല്ല. അതുകൊണ്ട് തന്നെ ഇന്ന് റിലീസാകാൻ പോകുന്ന പ്രധാനപ്പെട്ട സിനിമകൾ ഏതൊക്കെയാണ് എന്നും കൂടി നമുക്ക് നോക്കാം. പ്രധാനമായും മലയാളത്തിൽ റിലീസാകുന്നത് ബിജു മേനോൻ നായകനായി മേതിൽ ദേവിക നായികയായി എത്തുന്ന കഥ ഇന്നുവരെ എന്ന സിനിമയാണ്. കഴിഞ്ഞ വർഷത്തെ മികച്ച നവാഗത സംവിധായകൻ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച വിഷ്ണു മോഹനാണ് ഈ ചിത്രത്തിന്റെ സംവിധായകൻ. അദ്ദേഹം മേപ്പടിയാൻ എന്ന ചിത്രത്തിന്റെ സംവിധായകനായിരുന്നു. നിഖില വിമൽ, അനുശ്രീ തുടങ്ങിയവരാണ് ചിത്രത്തിലെ മറ്റു പ്രധാന വേഷത്തിലെത്തുന്നത്. അതുകൊണ്ട് കഥ ഇന്നുവരെ എന്ന സിനിമ ഇതേപോലുള്ള മൾട്ടിപ്ലക്സ് ചാനലുകളിലൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ 99 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ സിനിമ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ഈ ഇന്നത്തെ ദിവസത്തിൽ റിലീസാകുന്ന കഥ ഇന്നുവരെ എന്ന സിനിമയുടെ പ്രധാനപ്പെട്ട അപ്ഡേറ്റ്. തമിഴ് സിനിമയിൽ നോക്കുകയാണെങ്കിൽ കടൈസി ഉലകപ്പോർ എന്നൊരു ചിത്രം റിലീസിന് എത്തുന്നുണ്ട്. ഹിപ് ഹോപ്പ് തമിഴൻ തന്നെയാണ് നായകനായി എത്തുന്നത്. അദ്ദേഹം തന്നെയാണ് സംവിധായകനും, അദ്ദേഹം തന്നെയാണ് ചിത്രത്തിന്റെ നിർമ്മാതാവും. ഈ ചിത്രം റിലീസിന് മുമ്പ് തന്നെ വലിയൊരു പ്രേക്ഷക ശ്രദ്ധ സമൂഹ മാധ്യമങ്ങളിൽ നേടിയിരുന്നതാണ്. അദ്ദേഹത്തിന്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഒരു കോമഡി രീതിയിലേക്ക് സിനിമ മാറുമെന്നുള്ള ഒരു പ്രതീക്ഷയൊക്കെ തന്നെ ഉണ്ടായിരുന്നു. എന്നാൽ അതിൽ നിന്നെല്ലാം വിഭിന്നമായ ഒരു ആക്ഷൻ സൈഫൈ രീതിയിലാണ് ചിത്രത്തിന്റെ ട്രെയിലർ കാണുമ്പോഴേക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഹിപ് ഹോപ്പ് ഫാൻസിനും ഈ സിനിമ മിസ്സാക്കേണ്ട കാര്യമില്ല. അവർക്കും തിയേറ്ററിൽ പോയി ഈ സിനിമ ആസ്വദിക്കാം. അതോടൊപ്പം തന്നെ തമിഴിൽ റിലീസാവുന്ന ഒരു സിനിമയാണ് ലബ്ബർ പന്ത്. ലബ്ബർ പന്ത് എന്ന സിനിമയുടെ പ്രിവ്യൂ ഷോകൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നടന്നിരുന്നതാണ്. ക്രിട്ടിക്കലി വളരെ മികച്ച രീതിയിൽ ഒരു മികച്ച ഡ്രാമ മൂവിയായിട്ട് തന്നെ ഈ സിനിമ മാറുന്നുണ്ട് എന്നുള്ളത് പറഞ്ഞിരുന്നു. ഹരീഷ് കല്യാണാണ് ആ ചിത്രത്തിൽ പ്രധാന വേഷത്തിൽ എത്തുന്നത്. ഈ ചിത്രത്തിനും മികച്ച അഭിപ്രായങ്ങൾ പ്രിവ്യൂ ഷോസിൽ പ്രത്യേകിച്ച് മികച്ച അഭിപ്രായങ്ങൾ നേടിയിരുന്നു. ഗല്ലി ക്രിക്കറ്റിന്റെ പശ്ചാത്തലത്തിലാണ് ഈ സിനിമ ഒരുങ്ങുന്നത്. അതുകൊണ്ട് തന്നെ ക്രിക്കറ്റ് പ്രേമികളായ സിനിമ ആരാധകർക്ക് ഈ സിനിമ മിസ്സാക്കരുത് എന്നുള്ളതാണ്. പ്രധാനമായും മറ്റൊരു സിനിമ റിലീസാകുന്നത് ഒരു ഹോളിവുഡ് ചിത്രം ട്രാൻസ്ഫോമേഴ്സ് 1 ആണ്. ക്രിസ് ഹെംസ്വർത്ത് നായകനായി എത്തുന്നു. ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസിക്ക് 40ാം വർഷമാണ്. അതുകൊണ്ട് തന്നെ ഒരു ഹാപ്പി 40th ആനിവേഴ്സറി ടു ദി ട്രാൻസ്ഫോമേഴ്സ് ഫ്രാഞ്ചൈസ് എന്നും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ടതാണ്. ക്രിസ് ഹെംസ്വർത്ത് പ്രധാന വേഷത്തിലെത്തുന്ന ട്രാൻസ്ഫോമേഴ്സ്
തോമസ് 1 വേണ്ടിയുള്ള കാത്തിരിപ്പിലായിരുന്നു ഒട്ടനവധി ആരാധകർ. അവർക്കും ഈ സിനിമ 100 രൂപയ്ക്ക് കാണാൻ സാധിക്കും എന്നുള്ളതും കൂടി എടുത്ത് സൂചിപ്പിക്കേണ്ട ഒരു ദിവസം തന്നെയാണ്. വെള്ളിയാഴ്ച ദിവസം തന്നെ ഈ ഓഫർ വരുന്നതോടുകൂടി കഴിഞ്ഞ വർഷത്തെ 60 ലക്ഷത്തിലധികം ടിക്കറ്റ് എന്ന റെക്കോർഡ് മറികടക്കാനും കൂടി സാധിക്കണം എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് നിൽക്കുന്നത്. ഈ ലേറ്റസ്റ്റ് റിലീസുകൾ മാത്രമല്ല, ഇതിനു മുന്നേ തന്നെ റിലീസായ മലയാള ചിത്രങ്ങളായ ARM, കിഷ്കിന്ധകാണ്ഡം, ബാഡ് ബോയ്സ് തുടങ്ങിയ മറ്റ് ചിത്രങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് 99 രൂപയ്ക്ക് തന്നെ ഇന്നത്തെ ദിവസം കാണാൻ സാധിക്കും എന്നുള്ളൊരു വലിയ പ്രത്യേകതയും കൂടിയുണ്ട്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ വർഷത്തെ റെക്കോർഡ് തന്നെ ഇന്നത്തെ ദിവസത്തോടുകൂടി മറികടക്കുക, അത് അടുത്ത വർഷത്തേക്കും കൂടി പ്രതിഫലിക്കുക എന്നുള്ള രീതിയിൽ തന്നെയാണ് മൾട്ടിപ്ലെക്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ശ്രമിക്കുന്നത്. ഇന്നത്തെ ദിവസം സിനിമാ പ്രേമികൾക്കുള്ളതാണ്. അതുകൊണ്ട് മടിക്കാതെ തിയേറ്ററുകളിലേക്ക് പോയി നിങ്ങളുടെ ഇഷ്ട സിനിമകൾ കുറഞ്ഞ നിരക്കിൽ കാണാൻ ശ്രമിക്കുക. 99 രൂപയ്ക്ക് ഇന്ന് സിനിമ കാണാം. കാരണം ഇന്ന് ഒരുപാട് സിനിമകൾ റിലീസായി. കഴിഞ്ഞ ആഴ്ച റിലീസായ കിഷ്കിന്ധാകാണ്ഡവും അതുപോലെ നിരവധി പടങ്ങൾ ഒരുപാട് സിനിമകളുണ്ട്. അതൊക്കെ നല്ല സിനിമകളാണ്. അതെ, അപ്പൊ അതിനോടൊപ്പമാണ് 99 രൂപയ്ക്ക് സിനിമ കാണാം എന്നുള്ള ഒരു സന്തോഷകരമാണ്. തിയേറ്ററുകളൊക്കെ നിറയുമെന്ന് പ്രതീക്ഷിക്കുക അല്ലെ. മറ്റൊരു വാർത്തയിലേക്ക് പോകണം. അരൂർ തുറവൂർ ദേശീയപാതയിൽ ഗതാഗത നിയന്ത്രണം ആരംഭിച്ചു. അരൂർ തുറവൂർ ഉയരപാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാത്രാക്ലേശം പരിഹരിക്കാൻ സമാന്തര പാതകളുടെ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാലാണ് ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയത്. അരൂർ ക്ഷേത്രം കവലയിൽ നിന്ന് വടക്കോട്ട് അരൂർ പള്ളി വരെയുള്ള 1.5 കിലോമീറ്റർ ഭാഗത്താണ് റോഡ് നിർമ്മാണം. പോലീസിനാണ് ഗതാഗത ക്രമീകരണത്തിന് ചുമതല. ഒരാഴ്ച കാലത്തേക്കാണ് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ഒരു വ്യാഴവട്ടക്കാലത്തിന്റെ നീലവസന്തവുമായി ചൊക്രമുടി മലനിരകളിൽ നീലക്കുറിഞ്ഞി പൂവിട്ടു. വിവാദ കയ്യേറ്റ ഭൂമിയിലാണ് നീലക്കുറിഞ്ഞി പൂവിട്ടിരിക്കുന്നത്. അനധികൃത നിർമ്മാണ പ്രവർത്തനത്തിലൂടെ നിരവധി കുറിഞ്ഞിച്ചെടികളാണ് ഇവിടെ നശിപ്പിക്കപ്പെട്ടത്. ഇരവികുളം ദേശീയ ഉദ്യാനം പോലെ ചൊക്രമുടി മലനിരകളും കുറിഞ്ഞികളും സംരക്ഷിക്കണമെന്നാണ് പ്രദേശവാസികളുടെ ആവശ്യം. അനധികൃത കയ്യേറ്റം വ്യാപകമായ ചൊക്രമുടി മലനിരയുടെ താഴ്ഭാഗത്താണ് നീലക്കുറിഞ്ഞി പൂവിട്ടത്. മലനിരയുടെ റെഡ് സോണിൽ നിർമ്മാണം നടത്തിയ സ്ഥലത്ത് 100 കണക്കിന് കുറിഞ്ഞിച്ചെടികളാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് പിഴുതുമാറ്റിയത്. അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാത്ത ഭാഗങ്ങളിൽ എല്ലാം കുറിഞ്ഞിച്ചെടികൾ സമൃദ്ധമായി വളരുകയും പൂവിടുകയും ചെയ്തിട്ടുണ്ട്. പന്ത്രണ്ട് വർഷത്തിലൊരിക്കൽ മാത്രം പൂക്കുന്ന നീലക്കുറിഞ്ഞിയെ സംരക്ഷിത സസ്യമായി കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം പ്രഖ്യാപിച്ചിട്ടുണ്ട്. കുറിഞ്ഞിച്ചെടികളും പൂക്കളും കൈവശം വയ്ക്കുന്നതും നശിപ്പിക്കുന്നതും ശിക്ഷാർഹമാണ്. ചൊക്രമുടിയുടെ താഴ്ഭാഗത്ത് കുറിഞ്ഞിച്ചെടികൾ കൂടാതെ വ്യാപകമായി മരങ്ങളും വെട്ടി നശിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ സ്ഥലത്ത് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ഇതുവരെ പരിശോധന നടത്തിയിട്ടില്ല. ഈ സ്ഥലം വനംവകുപ്പിന്റെ ഉടമസ്ഥതയിലുള്ളതല്ല എന്നാണ് ഉദ്യോഗസ്ഥർ നിരത്തുന്ന ന്യായം. കുറിഞ്ഞിച്ചെടികളുടെ സംരക്ഷണത്തിന് നടപടി സ്വീകരിക്കേണ്ട ജൈവ വൈവിധ്യ ബോർഡും നിസ്സംഗത തുടരുകയാണ്. പരാതി ഉയർന്നതിനെ തുടർന്ന് ഇവിടെ റവന്യൂ സംഘം സന്ദർശനം നടത്തിയപ്പോൾ വരയാടുകളുടെ സാന്നിധ്യവും കണ്ടെത്തിയിരുന്നു. രാജമലയിലേതുപോലെ വരയാടുകളും നീലക്കുറിഞ്ഞിയുമുള്ള ചൊക്രമുടിയും പരിസര പ്രദേശങ്ങളും ജൈവ വൈവിധ്യ സംരക്ഷണ കേന്ദ്രമാക്കി മാറ്റണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഈ കയ്യേറ്റ ഭൂമിയിൽ ഇഷ്ടംപോലെ നീലക്കുറിഞ്ഞികളുണ്ടായി. ആ നീലക്കുറിഞ്ഞികളൊക്കെ ഇളക്കി ഇത് അവിടെയൊക്കെ കാണാം, തിക്കായിട്ട് ഇരിക്കുന്നു നീലക്കുറിഞ്ഞികൾ. ഈ ഇളക്കിയിട്ട ഭൂമിയിലുള്ള നീലക്കുറിഞ്ഞികളൊക്കെ നശിപ്പിച്ച് ആകെ ഇവിടെ ഒരു ചെടി കണ്ടിട്ടുണ്ട്, അത് പൂക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ ഇവിടെ ഇഷ്ടംപോലെ വരയാടുകളുണ്ടായി. വരയാടുകൾ ഇപ്പോഴും ഉണ്ട്. അത് 3 മണി സമയത്തും 4 മണി സമയത്തും ഇറങ്ങി വരും. രാവിലെ ഒരു 10 മണിയാകുമ്പോൾ ഇവിടെ ഉണ്ടാകും. ഈ വെള്ളമാണ് വരയാടുകൾ വന്ന് കുടിച്ചിട്ട് പോണത്. നമ്മുടെ കേരളത്തിലെ അതിമനോഹരമായ ചൊക്രമുടി മലയെ ഫോറസ്റ്റുകാരേറ്റ് നാഷണൽ പാർക്കായിട്ട് ഏറ്റെടുക്കണമെന്ന് ഫോറസ്റ്റ് വകുപ്പിനോട് പറയുന്നു. പശ്ചിമഘട്ടത്തിൽപ്പെട്ട മൂന്നാർ, തമിഴ്നാട്, കർണാടകം, ഗോവ എന്നിവിടങ്ങളിൽ മാത്രമാണ് നീലക്കുറിഞ്ഞി കണ്ടുവരുന്നത്. 1 മുതൽ 12 വർഷം വരെയുള്ള ഇടവേളകളിൽ പൂക്കുന്ന 64 ഇനം കുറിഞ്ഞികളാണ് പശ്ചിമഘട്ടത്തിൽ ഉള്ളത്. ഇതിൽ 47 ഇനം മൂന്നാറിലുമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. കൃഷ്ണന്തു, ആലപ്പുഴ ജില്ലയിൽ പോയിട്ടുണ്ടോ? പിന്നെന്താ, ഹൗസ് ബോട്ടിലൊക്കെ കയറിയിട്ടുണ്ടോ? പിന്നെ ആലപ്പുഴയ്ക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഹൗസ് ബോട്ട് എന്ന് പറയും. ആലപ്പുഴ കടൽപ്പാലം പ്രധാനമാണ്. ബുദ്ധ പ്രതിമയുള്ള ഒരു സ്ഥലം ആലപ്പുഴ മാവേലിക്കരയാണ് ബുദ്ധപ്രതിമയുള്ളത്. അവിടെ കുട്ടനാട്ടിലെ നെൽപ്പാടങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രത്യേകതകളുള്ള ഒത്തിരി പ്രിയപ്പെട്ട സ്ഥലമായിരിക്കും. അതെ, ആലപ്പുഴക്കാരൻ
എന്നുള്ളത് തന്നെ ഒരു പ്രയോഗമാണ്. ആലപ്പുഴയിൽ ഒരുപാട് ടൂറിസവുമായി ബന്ധപ്പെട്ട് മാത്രമല്ല കൾച്ചറലിയും ഒരുപാട് പ്രത്യേകതകളുള്ള ഒരു സ്ഥലമാണ്, മനോഹരമായ ഒരു ജില്ലയാണ്. അപ്പോൾ നമുക്ക് ആലപ്പുഴക്കാരൻ എന്നൊരു മ്യൂസിക് ആൽബം, അത് ആലപ്പുഴയുടെ എല്ലാ ദൃശ്യഭംഗികളും ചേർത്ത് ആലപ്പുഴയെക്കുറിച്ച് വിവരിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്നതും സംഗീതം നൽകിയിരിക്കുന്നതും സുനിൽ ന്യൂസ് 18 ഈ പ്രത്യേക പരിപാടിയിലേക്ക്. നമസ്തേ. അതും തന്നെ അഭിനന്ദനം. മനോഹരമായ ഒരു ഗാനമാണ്. ആലപ്പുഴയുടെ ഏതാണ്ട് എല്ലാ സ്പന്ദനങ്ങളും സുനിൽ ഒപ്പിയെടുത്തിട്ടുണ്ട്. എന്താണ് റെസ്പോൺസ് ഈ ആൽബം ഇറങ്ങിയതിനു ശേഷം? ആൽബം ഇറങ്ങിയതിനു ശേഷം ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദിച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു പാട്ടിൽ ഉൾക്കൊള്ളിക്കാവുന്നതല്ല ആലപ്പുഴ. പക്ഷെ ആലപ്പുഴയുടെ ഏറ്റവും പ്രധാന കാർഷിക വൈവിധ്യങ്ങളും അല്ലെ മത്സ്യസമ്പത്തും ഈ പറഞ്ഞ കടൽപ്പാലവും അതുപോലെ നെല്ലിൻ പാടങ്ങളും എല്ലാം കുറച്ച് ഉൾക്കൊള്ളിച്ച് ഒരു പാട്ടാക്കി മാറ്റിയതാണ്. അപ്പോ ഒരുപാട് പേര് വിളിച്ച് അഭിനന്ദനങ്ങൾ അറിയിച്ചിട്ടുണ്ട്. ഒത്തിരി സന്തോഷം. അല്ല, അത് തന്നെയായിരുന്നു ഒരു വലിയ വെല്ലുവിളി അല്ലേ? ആലപ്പുഴയെ ഉൾക്കൊള്ളിക്കുക ഒരു 5 മിനിറ്റിലെ സോങ്ങിൽ എന്നുള്ളതാണ് ഒരു വലിയ വെല്ലുവിളി. അത് വലിയ വെല്ലുവിളി തന്നെയാണ്. കാരണം ആലപ്പുഴയെ എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കാനോ ആലപ്പുഴയിലെ പ്രസിദ്ധരായ ആൾക്കാര് അങ്ങനെ പല പല കാര്യങ്ങളുണ്ട്, ഉത്സവങ്ങള്, പള്ളികള്, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട്. എല്ലാം കൂടെ ഒരു പാട്ടിൽ ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞ ഒരു കാര്യം തന്നെയായിരുന്നു. അപ്പൊ ഇതിനു മുൻപും സംഗീതവും രചനയും ഒക്കെ ആലാപനമൊക്കെ നടത്തിയുള്ള ആരാണ് സുനിൽ. അപ്പൊ ഈ ആലപ്പുഴയെ കുറിച്ച്, സ്വന്തം ജില്ലയെ കുറിച്ച് ഇങ്ങനെ ഒരു പാട്ട് വേണം എന്നുള്ള ചിന്തയിലേക്ക് എങ്ങനെയാണ് എത്തിയത്? ഞാൻ കൂടുതലും ആൽബം സോങ്ങുകൾ ചെയ്തിട്ടുള്ളതും പിന്നെ എന്താ പറയാ ദേവീ ദേവന്മാരുമായിട്ട് ബന്ധപ്പെട്ട ഭക്തിഗാനങ്ങളാണ് കൂടുതലും ചെയ്തിട്ടുള്ളത്. പിന്നെ ഓണപ്പാട്ടുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഈ തവണ ഓണത്തിന് എല്ലാവരും ഓണപ്പാട്ടുകൾ ചെയ്യാറുണ്ട്. പക്ഷെ ഇത്തവണ എന്റെ നാടിനെ കുറിച്ച് ഒരു പാട്ട് എഴുതാം, അങ്ങനെ ചെയ്യാമെന്നൊരു ചിന്തയിൽ നിന്നാണ് ഈ പാട്ട് ഉണ്ടായത് ശരിക്കും. അപ്പോൾ അതിന്റെ കൂടെ ഒപ്പം കുറെ ആളുകൾ കൂടി ഉണ്ടാവുമല്ലോ സ്വാഭാവികമായും. ഇതിന്റെ ഒരു പൂർത്തീകരണത്തിന് വേണ്ടി സഹായങ്ങൾ പല മേഖലകളിൽ നിന്ന് വേണം. കാരണം വലിയൊരു വർക്കാണ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ക്ഷേത്രത്തിന്റെ പാട്ട് ചെയ്യുന്നത് പോലെയോ ഒരു ഓണപ്പാട്ട് ചെയ്യുന്നത് പോലെയോ അല്ല, കുറച്ചുകൂടി റിസർച്ചും മറ്റു കാര്യങ്ങളും അതെ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. അതുപോലെ എന്താണ് മനോഹരമായി വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. വള്ളത്തിലിരുന്നുള്ള സീൻസും എല്ലാം കൂടി ഉൾക്കൊള്ളിച്ചിട്ടുള്ള ഒരു അതെ അതിന്റെ ഒരു സഹായം എങ്ങനെയായിരുന്നു? തീർച്ചയായിട്ടും ആദ്യം ഈ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് അവിടെ പോയി ഷൂട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഉൾക്കൊള്ളിക്കുക എന്നുള്ളത് വളരെ വെല്ലുവിളി നിറഞ്ഞായിരുന്നു. പിന്നെ അറിയാമല്ലോ, ഒരു ഇതിനു വേണ്ട ചെലവും കാര്യങ്ങളും ഒക്കെ നമുക്കൊരു ചലഞ്ച് തന്നെയാണ്. പക്ഷെ എന്റെ കൂടെ നിന്ന കുറച്ച് സുഹൃത്തുക്കളുണ്ട്. എല്ലാവരും സുഹൃത്തുക്കൾ തന്നെയാണ് ഈ പാട്ടില് കൂടെ വന്നേക്കുന്നവര്. പക്ഷെ എടുത്തു പറയേണ്ട കുറച്ച് പേരുകളുണ്ട്. ഓർക്കസ്ട്രേഷൻ ചെയ്തെന്ന് വേണു അഞ്ചൽ, പിന്നെ സ്റ്റുഡിയോയിൽ അതിനുള്ള സഹായങ്ങൾ ചെയ്തെന്ന് കണ്ണൻ രവീസ് സ്റ്റുഡിയോയിലെ, പിന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫർ സുജിത്ത് മാവേലിക്കര, അതിന്റെ എഡിറ്റിംഗ് ചെയ്ത ജയ് ഓണാട്ട്, അങ്ങനെ കുറെ പേരുകളുണ്ട്. പക്ഷെ എല്ലാവരുടെയും പേരുകൾ പറയാൻ ഉള്ള അവസരം ഇല്ലല്ലോ. അതുകൊണ്ട് ഞാൻ എല്ലാവരും ഈ അവസരത്തിൽ ഓർക്കുന്നു. പക്ഷെ ഈ നമ്മൾ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്യാൻ ആൽബത്തിൽ ശ്രമിച്ചിട്ടുണ്ട്. കുറെ ഭാഗങ്ങൾ വിട്ടുപോയിട്ടുണ്ടാകാം. അങ്ങനെയും കുറച്ച് പരാതികൾ എനിക്ക് കേൾക്കേണ്ടി വന്നു. അയ്യോ, ഞങ്ങളെ ഉൾക്കൊള്ളിച്ചില്ല, ഞങ്ങളുടെ ഭാഗം ഉൾക്കൊള്ളിച്ചില്ല, അങ്ങനെയൊക്കെ കുറെ പരാതികൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഞാൻ അവരോടെല്ലാം പറഞ്ഞത് ഇതാണ്, നമുക്കൊരു 4-5 മിനിറ്റ് വരുന്ന പാട്ടിനകത്ത് എല്ലാം ഉൾക്കൊള്ളിക്കാനോ ഒന്നും കഴിയില്ല. അതങ്ങനെ തന്നെയാണ്. ഒരു പാട്ട് ചെയ്യുമ്പോൾ അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇതൊരു ഡോക്യുമെന്ററി പോലെയോ അങ്ങനെ വേറെ എന്തെങ്കിലോ ആയിപ്പോവും. അപ്പോൾ ശരി, എല്ലാവിധ ആശംസകളും ഇനിയുള്ള ഭാവി പ്രവർത്തനങ്ങൾക്കും ഈ ആലപ്പുഴ സോങ്ങിനും നമുക്ക് ഒരിക്കൽ കൂടി ആ സോങ് ഒന്ന് കാണിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം. സന്തോഷം, ഒത്തിരി സന്തോഷം. ഓക്കെ. ദേശീയ വാർത്തകളിലേക്ക് പോകണം. പ്രധാനമായും കൊൽക്കത്തയിലെ ബലാത്സംഗ കൊലപാതകവുമായി ബന്ധപ്പെട്ട സമരം ഡോക്ടർമാർ അവസാനിപ്പിച്ചു എന്ന വാർത്തയുണ്ട്. അങ്ങനെ നിരവധി വാർത്തകളുണ്ട്. ER രാഗേഷ് നമ്മോടൊപ്പം ചേരും. രാഗേഷ്, സ്വാഗതം. എന്തൊക്കെയാണ് ഇന്ന് ദേശീയ തലത്തിലെ പ്രധാന സംഭവ വികാസങ്ങൾ? ദേശീയ തലത്തിൽ പ്രധാനമായും കൊൽക്കത്തയിലെ ഡോക്ടർമാരുടെ സമരം 41 ദിവസമായി അവർ സമരത്തിലാണ്. അത് ഭാഗികമായി അവസാനിപ്പിച്ചിരിക്കുന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഒപ്പം തിരുപ്പതി ലഡുവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദം കൊഴുക്കുകയാണ്. ഏതായാലും വിശദമായി നോക്കാം. കൊൽക്കത്തയിലേക്ക് പോവുകയാണെങ്കിൽ കൊൽക്കത്തയിൽ കഴിഞ്ഞ 41 ദിവസമായി ഡോക്ടർമാർ സമരത്തിലാണ്. ഇന്നലെ രാത്രി പക്ഷേ ഭാഗികമായി സമരം അവസാനിപ്പിക്കുന്നു എന്ന് ഡോക്ടർമാർ അറിയിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് ചീഫ് സെക്രട്ടറി ആരോഗ്യ സെക്രട്ടറിക്ക് ചില നിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അതായത് ആശുപത്രിയിലെ സുരക്ഷയുമായി ബന്ധപ്പെട്ട അടക്കം എന്തൊക്കെ നടപ്പാക്കണം തുടങ്ങിയ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ടൊരു നിർദ്ദേശം നൽകിയതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള പ്രഖ്യാപനത്തിലേക്ക് ഏതായാലും ഡോക്ടർമാർ കടന്നിരിക്കുന്നത്. നമുക്കറിയാം,
ജൂനിയർ ഡോക്ടറുടെ കൊലപാതകം വലിയ പ്രതിഷേധങ്ങൾക്ക് വഴിവെച്ചിരുന്നു. ഒരുപക്ഷെ ഡോക്ടർമാരുടെ ഈ സമരം ഉണ്ടായിരുന്നില്ലെങ്കിൽ CBI അന്വേഷണമോ അല്ലെങ്കിൽ ഇത്തരം നടപടികളിലേക്കോ ഒന്നും തന്നെ സർക്കാർ കടക്കില്ലായിരുന്നു. 2011 അധികാരത്തിൽ വന്ന മമതാ ബാനർജി സർക്കാർ ഒരുപക്ഷെ നേരിട്ട ഏറ്റവും വലിയ പ്രതിഷേധം ആയിരിക്കാം ഇപ്പോൾ ഉണ്ടായിട്ടുള്ള കൊൽക്കത്തയിലെ ഡോക്ടർമാരുടെ സമരം. അപ്പോൾ ഡോക്ടർമാർ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്ന കാര്യം, ഈ സമരം കൊണ്ട് ചില ആവശ്യങ്ങളൊക്കെ അവർക്ക് നേടിയെടുക്കാൻ സാധിച്ചു. അതായത് കൊൽക്കത്ത പോലീസ് കമ്മീഷണറെ ക്കെതിരെ നടപടി വന്നു, ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർക്കെതിരെ നടപടി വന്നു, ആരോഗ്യവകുപ്പിന് 2 സീനിയർ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി വന്നു. അതൊക്കെ ഈ സമരം കൊണ്ടാണ്. പക്ഷേ അവർ ഉന്നയിച്ച എല്ലാ ആവശ്യങ്ങളും അംഗീകരിക്കപ്പെട്ടിട്ടില്ല. പ്രത്യേകിച്ച് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മാറ്റണം എന്നൊരു ആവശ്യം അവർ ഉന്നയിച്ചിരുന്നു. അത്തരമൊരു നടപടിയിലേക്ക് സർക്കാർ ഇതുവരെ പോയിട്ടില്ല. അപ്പോൾ ഭാഗികമായി സമരം അവസാനിപ്പിക്കുന്നു. അതായത് OP ബഹിഷ്കരണം തുടരും, എന്നാൽ അത്യാഹിത വിഭാഗങ്ങളിൽ സേവനം ഉണ്ടാകും എന്നാണ് ഇപ്പോൾ ഡോക്ടർമാർ അറിയിച്ചിരിക്കുന്നത്. ഏതായാലും കഴിഞ്ഞ 41 ദിവസമായി അവർ ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ സമരത്തിലാണ്. അവിടെ നടത്തിവരുന്ന ധർണ ഇന്ന് അവസാനിപ്പിക്കും. ഒപ്പം CBI ആസ്ഥാനത്തേക്ക് CGO കോംപ്ലക്സ്, സോൾട്ട് ലേക്കിലുള്ള CGO കോംപ്ലക്സിലേക്ക് മാർച്ച് നിശ്ചയിച്ചിട്ടുണ്ട്. അതിൽ അവരുന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം CBI അന്വേഷണം വേഗത്തിലാക്കണം, ജൂനിയർ ഡോക്ടർക്ക് നീതി ഉറപ്പാക്കണം എന്നൊരാവശ്യമാണ് അവർ ഏതായാലും മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും സമീപകാലത്ത് ബംഗാൾ കണ്ട ഏറ്റവും വലിയ സമരം ഇപ്പോൾ ഏതായാലും ഭാഗികമായെങ്കിലും അവസാനിപ്പിക്കുകയാണ്. മറ്റൊന്ന്, തിരുപ്പതിയിലെ പ്രധാനപ്പെട്ട പ്രസാദമായ ലഡുവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതെ വലിയ വിവാദം കൊഴുക്കുകയാണ്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ചന്ദ്രബാബു നായിഡു തന്നെയാണ് ഇത്തരമൊരു വാദം കഴിഞ്ഞ ദിവസം ഉന്നയിച്ചത്. NDA യോഗത്തിന് സമ്മേളനത്തിൽ വെച്ച് അദ്ദേഹം ഈ കാര്യം ചൂണ്ടിക്കാണിക്കുകയായിരുന്നു. അതായത് തിരുപ്പതി ലഡുവിനെ പോലും YSR കോൺഗ്രസ് വെറുതെ വിട്ടില്ല എന്ന പരാമർശം അദ്ദേഹം നടത്തി. ഒപ്പം മൃഗക്കൊഴുപ്പ് അതിനുപയോഗിക്കുന്നു, മീനെണ്ണ ഉപയോഗിക്കുന്നു തുടങ്ങിയ കാര്യമാണ് അദ്ദേഹം പറഞ്ഞത്. അത് ഇന്നലെ സ്ഥിരീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മകനും മന്ത്രിയും TDPയുടെ ദേശീയ ജനറൽ സെക്രട്ടറിയുമായ നാരാ ലോകേഷ് കൂടി രംഗത്ത് വരികയാണ് ചെയ്തത്. അതായത് ഗുജറാത്തിലെ ആനന്ദിലെ ലബോറട്ടറിയിൽ നടത്തിയ പരിശോധനയിൽ ഇക്കാര്യം സ്ഥിരീകരിച്ചു എന്നാണ് നാരാ ലോകേഷ് വ്യക്തമാക്കിയതും. അതിനുശേഷം TDP ഈ ലബോറട്ടറി റിപ്പോർട്ട് പരസ്യമാക്കിക്കൊണ്ട് വാർത്താ സമ്മേളനം നടത്തുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ വിവാദം ശക്തമായി കൊണ്ടിരിക്കുകയാണ്. YSR കോൺഗ്രസ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത് രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഇത്തരം വ്യാജ ആരോപണങ്ങൾ ഉണ്ടാക്കുന്നു എന്ന പ്രതികരണമാണ് YSR കോൺഗ്രസിന്റെ ഭാഗത്തുണ്ടായത്. പക്ഷേ മറ്റ് രാഷ്ട്രീയ പാർട്ടികൾ ഏതായാലും വിഷയം ഏറ്റെടുത്തിട്ടുണ്ട്. പ്രത്യേകിച്ച് BJP ഇതിനെതിരെ നടപടി വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. കോൺഗ്രസും, അതായത് ജഗൻമോഹൻ റെഡ്ഡിയുടെ സഹോദരിയാണ് ഷർമിള റെഡ്ഡി, ഷർമിള അടക്കമുള്ളവരും ഈ ചന്ദ്രബാബു നായിഡു ഉന്നയിച്ച വാദം അല്ലെങ്കിൽ ആരോപണം ശരിയാണെങ്കിൽ അതിലൊരു അന്വേഷണം നടത്താൻ തയ്യാറാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. കാരണം ക്ഷേത്രത്തിന്റെ പവിത്രത കാത്തു സൂക്ഷിക്കേണ്ടത്, അപ്പോൾ അത്തരം നടപടികളിലേക്ക് കടക്കണം എന്ന് കോൺഗ്രസും വ്യക്തമാക്കിയിട്ടുണ്ട്. ഏതായാലും കൂടുതൽ പ്രതികരണങ്ങൾ അടക്കം ഈ വിഷയത്തിൽ നിന്നുണ്ടാകാനുള്ള സാധ്യതയും ഉണ്ട്. ഇതൊക്കെയാണ് ദേശീയതലത്തിലെ പ്രധാനപ്പെട്ട വാർത്തകൾ. ER രാഗേഷാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമുക്കിനിയും ഇന്റർനാഷണൽ വാർത്തകളിലേക്ക് കൂടി ഒന്ന് പോകണം. അതിൽ പ്രധാനം എന്ന് പറയുന്നത് ഈ പേജർ വോക്കി ടോക്കി ആക്രമണങ്ങളാണല്ലോ ലെബനിലെ. എന്താ അതിന്റെ ഏറ്റവും പുതിയ അവസ്ഥ? രീതിയിലുള്ള ആക്രമണങ്ങളാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പേജർ വോക്കി ടോക്കി ആക്രമണങ്ങൾക്ക് പിന്നാലെ ലെബനനിൽ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് സമ്പൂർണ്ണ ആക്രമണത്തിന് തുടക്കമിട്ടു എന്നതാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. തെക്കൻ ലെബനിലാണ് ഇസ്രായേൽ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. 3 ദിവസമായി നടക്കുന്ന ആക്രമണങ്ങളിൽ 37ഓളം പേരാണ് കൊല്ലപ്പെട്ടത്. 4000ഓളം പേർക്ക് പരിക്കേറ്റിട്ടുമുണ്ട്. ഏത് നിമിഷവും തിരിച്ചടിക്കാമെന്ന് ഹിസ്ബുള്ള മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട്. ഏതായാലും വലിയ സമാധാനത്തിനുള്ള എല്ലാ ശ്രമങ്ങളും അവസാനിക്കുന്ന മട്ടാണ്. ലോകരാജ്യങ്ങളിൽ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ചേരിതിരിവുണ്ട്. അമേരിക്ക അഭിപ്രായം പങ്കുവച്ചിരുന്നു, റഷ്യയും ഈ വിഷയത്തെ അപലപിച്ചിരുന്നു. സാധാരണക്കാർ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ഇതുപോലെ സ്ഫോടക വസ്തു അല്ലെങ്കിൽ അതിങ്ങനെ പൊട്ടിത്തെറിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു വസ്തുവായി ഉപയോഗിക്കുന്നതിനെ അപലപിച്ച് യുഎനും രംഗത്തെത്തി. യുഎന്റെ യോഗം എന്ന് ചേരുന്നുള്ളൂ അല്ലേ? ഇത് ഈ സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി ഇസ്രായേലിനെതിരെ ഒരുപാട് ലോകരാജ്യങ്ങൾ രംഗത്ത് വന്നിട്ടും പക്ഷേ അമേരിക്കൻ പിന്തുണയൊക്കെ കൊണ്ട് അവർ ആക്രമണം ഒട്ടും കുറയ്ക്കില്ല. മൊസാദ് അടക്കം ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യത്തിൽ ഏതാണ്ട് വ്യക്തത വന്ന സാഹചര്യം കൂടിയുണ്ട്. ഏതായാലും ലെബനൻ ഒട്ടാകെ നടുങ്ങിയ പശ്ചാത്തലമാണ്. ഹിസ്ബുള്ളയ്ക്ക് വലിയ തിരിച്ചടി എന്ത് എന്നുള്ളൊരു ഉത്കണ്ഠയും ജനങ്ങളിൽ, സാധാരണ ജനങ്ങളിൽ അങ്ങനെ ഒരു പേടിയും കൂടി വന്നിരിക്കുകയാണ്. തീർച്ചയായും അങ്ങനെ വല്ലാത്ത സാഹചര്യമാണ് ലെബനനിൽ. ഏതായാലും ഇത്തരം യുദ്ധങ്ങൾ ഒരിക്കലും ഒന്നിനും ഒരു പരിഹാരമല്ല. സാധാരണ ആളുകളാണ് ഒരുപാട് പേർ ഇത്തരത്തിൽ അംഗഭംഗം വന്നവരും അപകടത്തിൽപ്പെട്ടവരുമൊക്കെയായി മാറുന്നത് എന്നത് ഏറെ ദുഃഖകരമായ ഒരു സാഹചര്യമാണ്. നമുക്ക് മറ്റു വാർത്തയിലേക്ക് പോകണം. ഇടുക്കി മൂന്നാർ എക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികൾക്ക് മർദ്ദനം. കൊല്ലത്ത് നിന്നെത്തിയ സഞ്ചാരികളെ ഹൈഡൽ ടൂറിസം ജീവനക്കാരും ഫോട്ടോഗ്രാഫർമാരും മർദ്ദിച്ചതായാണ് പരാതി. പ്രവേശന ടിക്കറ്റുമായുള്ള സംബന്ധിച്ചുള്ള വാക്കേറ്റമാണ് മർദ്ദനത്തിൽ കലാശിച്ചത്. മൂന്നാറിൽ നിന്ന് ജെൻസൺ ചേരുന്നു.
ജെൻസൺ, നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. എന്താണ് സംഭവിച്ചതെന്നാണ് ഈ വിനോദസഞ്ചാരികൾ പറയുന്നത്? ഇന്നലെ പുലർച്ചയോടെയാണ് വിവിധ സ്ഥലങ്ങൾ, മൂന്നാല് വിവിധ സ്ഥലങ്ങൾ സന്ദർശിച്ച ശേഷം ഹാഗൽ ടൂറിസ്റ്റിന്റെ ഉടമസ്ഥയിലുള്ള എക്കോ പോയിന്റ് എത്തുന്നത്. എക്കോ പോയിന്റിൽ വിനോദസഞ്ചാരികളെത്തി ഇവിടെ എൻട്രി പാസ് എടുക്കണമെന്ന് ഹാഗൽ ജീവനക്കാർ ആവശ്യപ്പെട്ടു. ഇവിടെ ഹാഗൽ ടൂറിസ്റ്റിന്റെ ഉടമസ്ഥയിലുള്ള സ്ഥലമായതുകൊണ്ട് തന്നെ ഇവിടുന്ന് എൻട്രി പാസ് എടുത്ത് വേണം ഉള്ളിൽ അകത്തേക്ക് കയറാൻ. ഇവിടെ ബോട്ടിംഗ് അടക്കമുള്ള സൗകര്യങ്ങൾ ഹാഗൽ പാർക്ക് നൽകിയിട്ടുണ്ട്. ഇവിടെ കയറുന്നതിന് എൻട്രി പാസ് നൽകിയിട്ടില്ല എന്ന് വിനോദസഞ്ചാരികൾ അറിയിക്കുകയായിരുന്നു. എന്നാൽ ഈ എൻട്രി പാസ് നൽകാതെ അകത്തേക്ക് കയറാനുള്ള ശ്രമമാണ് ഈ ആക്രമണത്തിന് കാരണം എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. ജീവനക്കാരും കൊല്ലത്തു നിന്നെത്തിയ വിനോദസഞ്ചാരികളുമായി തർക്കത്തിലേർപ്പെട്ടു. തുടർന്ന് ഇവർ തമ്മിൽ വാക്കേറ്റമുണ്ടാകുകയും പിന്നീട് അത് അടിപിടിയിൽ കലാശിക്കുകയുമായിരുന്നു. ജീവനക്കാരും സഞ്ചാരികളും തമ്മിൽ വാക്കുതർക്കം ഉണ്ടാകുന്നതിനിടെ ഫോട്ടോഗ്രാഫറും വിനോദസഞ്ചാരികളുമായി തമ്മിൽ ഏറ്റുമുട്ടുകയും ചെയ്തു. ഇവർ പിന്നീട് വലിയൊരു ആക്രമണത്തിലേക്ക് പോവുകയായിരുന്നു. എന്നിരുന്നാലും സംഭവത്തിൽ ഇരുവർക്കുമെതിരെ മൂന്നാർ പോലീസ് കേസെടുത്തിട്ടുണ്ട്. സംഭവം അന്വേഷിക്കുകയാണ്. CCTV ദൃശ്യങ്ങളടക്കം ശേഖരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി പ്രതികളെ കണ്ടെത്താനാണ് ഇപ്പോൾ പോലീസ് ശ്രമിക്കുന്നത്. ജീവനക്കാർ ഈ വിനോദസഞ്ചാരികളാണ് ആദ്യം ആക്രമണം നടത്തിയത് എന്നാണ് പോലീസ് നൽകുന്ന വിവരം. എന്നിരുന്നാലും ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിലാവും കൂടുതൽ നടപടിയിലേക്ക് പോലീസ് കടക്കുക. 17 പേരടങ്ങുന്ന സംഘമാണ് കൊല്ലത്തുനിന്നെത്തിയത്. ഇവർ ഈ എൻട്രി പാസിലേക്ക് കയറാൻ വേണ്ടി ശ്രമിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ആ ദൃശ്യങ്ങളിൽ വിനോദസഞ്ചാരികൾ ഏറ്റവും അധികം ദേഷ്യത്തോടെ സംസാരിക്കുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ വീക്ഷിക്കുന്നത്. തുടർന്നാണ് അടിപിടി ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇത് തന്നെയാണ് പോലീസും അന്വേഷണം നടത്തുന്നത്. സംഭവത്തിൽ ഇന്ന് അന്വേഷണം നടത്തി കൂടുതൽ തെളിവുകൾ ശേഖരിച്ചിട്ടാവും മറ്റു നടപടികളിലേക്ക് കടക്കുക. ജിൻസനാണ് വിവരങ്ങൾ പങ്കുവച്ചത്. നമ്മുടെ സ്പെഷ്യൽ സെഗ്മെന്റിലേക്ക് കടക്കണം. നമ്മുടെ പ്രേക്ഷകരുടെ ബർത്ത്ഡേ തുടങ്ങിയ ആഘോഷങ്ങൾ, അവരുടെ ജീവിതത്തിലെ സന്തോഷകരമായ എല്ലാ നിമിഷങ്ങളും ന്യൂസ് സൈറ്റിനൊപ്പം പങ്കുവെക്കാം. ഇന്ന് ആദ്യമായി ബർത്ത്ഡേ വിഷ് നമ്മൾ നേരുന്നത് കുഞ്ഞാറ്റ എന്ന് വിളിക്കുന്ന അഭിരാമിക്കാണ്. അഭിരാമിക്ക് ഇന്ന് പിറന്നാളാണ്. കൊല്ലം നെടുമൺകാവിൽ നിന്നുള്ള 9ാം ക്ലാസ്സുകാരിയാണ്. രാവിലെ കുഞ്ഞാറ്റ സൂമിൽ ജോയിൻ ചെയ്യുമെന്നൊക്കെ പറഞ്ഞിരുന്നു, പക്ഷെ സ്കൂളിൽ പോകേണ്ടി വന്നു, അതിനാൽ സാധിച്ചില്ല. അപ്പൊ എന്തായാലും മോൾക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു. നമ്മുടെ സ്പെഷ്യൽ ഡേ ന്യൂസ് 8-നൊപ്പം ആഘോഷിക്കാം. വാട്സാപ്പ് ചെയ്യേണ്ട നമ്പർ 9346975748. ഇതിലേക്ക് ഈ പ്രത്യേക ഫോർമാറ്റിൽ നിങ്ങളുടെ സ്പെഷ്യൽ ഡേ നെയിം, ഫോൺ നമ്പർ അയയ്ക്കുക. ന്യൂസ് 8-ലൂടെ നമുക്ക് ആ ദിനം ആഘോഷിക്കാം. നിങ്ങൾക്ക് ഞങ്ങളോടൊപ്പം ചേരുകയും ചെയ്യാം. മറ്റു വാർത്ത മലപ്പുറത്ത് നിന്നാണ് അല്ലെ. മലപ്പുറത്ത് ഭിന്നശേഷിക്കാരിയായ ദിജിഷയ്ക്ക് മൂചക്ര വാഹനം കൈമാറി മുസ്ലിം ലീഗ് നേതാവ് PK കുഞ്ഞാലിക്കുട്ടി. കാലിന് സ്വാധീനമില്ലാത്ത ദിജിഷ മുചക്ര വാഹനത്തിനായി വർഷങ്ങളായി ശ്രമിക്കുകയായിരുന്നു. മലപ്പുറം താനൂരിൽ നടന്ന UDF വിചാരണാ സദസ്സ് ദിജിഷയുടെ ആവശ്യം പരിഗണിക്കുകയും ഏറ്റവും ഒടുവിൽ ആ ആഗ്രഹ സഫലീകരണം ഉണ്ടാവുകയുമായിരുന്നു. നിപ്പ വൈറസ് കേസുകൾ വീണ്ടും റിപ്പോർട്ട് ചെയ്തതോടെ ഏറെ ആശങ്കയിലാണ് പട്ടാമ്പിക്കാർ. ബസ് സ്റ്റാൻഡ് പരിസരത്തെ മരങ്ങളിൽ പതിറ്റാണ്ടുകളായി തമ്പടിച്ച വവ്വാലുകളാണ് ജനങ്ങൾക്ക് ഭീഷണിയാവുന്നത്. പാലക്കാട് പട്ടാമ്പിയിലാണ് വവ്വാലുകളുടെ ശല്യത്തിൽ നാട്ടുകാർ പൊറുതിമുട്ടുന്നത്. ബസ് സ്റ്റാൻഡ് പരിസരത്തെ മരങ്ങളിലാണ് കഴിഞ്ഞ 30 വർഷമായി ഇവ കൂട്ടത്തോടെ തമ്പടിച്ചിരിക്കുന്നത്. വവ്വാലുകളുടെ എണ്ണം പെരുകി വന്നതോടെ വലിയ ആശങ്കയിലും ദുരിതത്തിലുമാണ് നാട്ടുകാർ. ഈ വവ്വാലിനെ ഒഴിവാക്കാനുള്ള നടപടി ഗവൺമെന്റ് നോക്കണം. എന്നാലേ ഇവിടെയുള്ള ആൾക്കാർക്ക് മനസ്സമ്മതമായി. ഇവിടെ ഓട്ടോറിക്ഷക്കാർ 140 വണ്ടികളുണ്ട്. അവരുടെ വരവും പോക്കും പല ആൾക്കാരും ഇവിടെ വണ്ടികൾ കൊടുത്ത് പാർക്കിംഗ് ചെയ്യുന്നവർക്കൊക്കെ ഇതൊരു ശല്യമായി കൊണ്ടിരിക്കുകയാണ്. തണൽ മരങ്ങളിൽ 100 കണക്കിന് വവ്വാലുകളാണ് തൂങ്ങിയാടുന്നത്. രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ഇവ പറന്നു നടക്കും. നിപ്പ വൈറസ് അടക്കമുള്ള രോഗങ്ങൾ വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ കടുത്ത ആശങ്കയിലാണ് നാട്ടുകാർ. ഈ വവ്വാലിൽ നിന്നാണ് നിപ്പ വൈറസ് ഒക്കെ രൂപപ്പെട്ടതെന്ന് നമ്മൾ പത്രത്തിലൊക്കെ നമ്മൾ വായിച്ചിട്ടുണ്ട്.
അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ അത് വളരെയധികം ബാധിക്കുക നമ്മുടെ ഈ പ്രദേശത്താണ്. ഏറ്റവും കൂടുതൽ 10-30 കൊല്ലമായിട്ട് ഈ മരത്തുമ്മ വവ്വാലുകൾ തൂങ്ങിക്കിടന്ന് ആളുകൾക്ക് ശല്യം മാത്രമല്ല വലിയ വലിയ രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ്. നിരവധി ആളുകളാണ് പട്ടാമ്പി ബസ് സ്റ്റാൻഡ് പരിസരത്ത് അനുദിനം വന്നു പോകുന്നത്. വവ്വാൽ കാഷ്ടം നിറഞ്ഞ് പരിസരമാകെ ദുർഗന്ധം വമിക്കുന്നതിനാൽ യാത്രക്കാരും ദുരിതത്തിലാണ്. വവ്വാലുകളെ തുരത്താൻ പല വഴികളും നോക്കിയിട്ടും രക്ഷയില്ലെന്ന് നാട്ടുകാർ പറയുന്നു. മരത്തിൻ്റെ മുകളിൽ ഒരുപാട് കാലമായി അത് കൂട് കയറ്റിയിട്ട് അവിടെ തൂങ്ങിക്കിടക്കൽ തുടങ്ങിയിട്ട്. അത് കാരണം എന്താ വെച്ചാൽ അതിൻ്റെ താഴത്ത് വാഹനങ്ങൾ പാർക്ക് ചെയ്യുമ്പോൾ അത് കാഷ്ടട്ടിട്ടും അങ്ങനെ വൃത്തികേടാക്കുന്ന ഒരു സമീപനപ്പോൾ ഉള്ളത്. അപ്പോൾ അതിൻ്റെ കൊമ്പുകളൊക്കെ മുറിക്കാൻ വേണ്ടി പറഞ്ഞു നോക്കുമ്പോൾ ഈ പക്ഷികളും അതുപോലെ തന്നെ ഇതൊക്കെ കൂട്ടിയിട്ടിരിക്കുന്ന സമയമാണ്. അതുകൊണ്ട് അതിനെ ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് ഈ പരിസ്ഥിതിവാദികളുടെ ഒരു അഭിപ്രായം. നഗരസഭയിലും വനം വകുപ്പിലും പരാതി നൽകിയിട്ടും നടപടികളൊന്നും ഉണ്ടായില്ലെന്നാണ് ആരോപണം. ന്യൂസ് 18 പട്ടാമ്പി. വടകരയിൽ റെയിൽവേ മെയിൻ സർവീസ് ഓഫീസ് നിർത്തലാക്കുന്നതിനെതിരെ സമരം തുടങ്ങുന്നു. വാടക കുടിശ്ശിക 1 കോടിയോളം രൂപ ആയതിനെ തുടർന്നാണ് RMSനെതിരെ നടപടിയെടുക്കാൻ റെയിൽവേ നീക്കം തുടങ്ങിയത്. സെപ്റ്റംബർ 26-ന് കോട്ടപ്പറമ്പിൽ RMS സംരക്ഷണ സമിതി പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. റെയിൽവേ ഭൂമിയിൽ കെട്ടിടം പണിത് പ്രവർത്തിക്കുന്ന RMSന് കുറഞ്ഞ വാടകയിൽ സമീപത്ത് മറ്റൊരു കെട്ടിടം കിട്ടാത്ത സാഹചര്യത്തിലാണ് ഓഫീസ് ഇല്ലാതാകുമെന്ന ആശങ്ക ഉയരുന്നത്. മുൻപ് എടോടിയിലാണ് ഓഫീസ് പ്രവർത്തിച്ചിരുന്നത്. തപാൽ ഉരുപ്പടികൾ വടകര റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാനാണ് 35 വർഷം മുൻപ് സ്റ്റേഷനോട് ചേർന്ന് പ്രവർത്തനം തുടങ്ങിയത്. പ്ലാറ്റ്ഫോമിൽ നിന്ന് ഏറെ ദൂരമില്ലാത്തതിനാൽ തപാൽ പെട്ടികൾ കൊണ്ടുപോകാൻ എളുപ്പമായിരുന്നു. എന്നാൽ വാടക പ്രശ്നം രൂക്ഷമായതോടെ റെയിൽവേ പിന്തുണച്ചില്ലെന്നാണ് പരാതി. റെയിൽവേയുടേതല്ലാത്ത വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്ന RMSകൾക്ക് പ്രതിമാസ വാടക മറ്റ് പലയിടത്തും 10,000 രൂപയിൽ താഴെയാണ്. ഈ തുകയ്ക്ക് റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കെട്ടിടം കിട്ടാനേയില്ല. വർഷം തോറും റെയിൽവേ നോട്ടീസ് അയക്കുമ്പോൾ പകരം സംവിധാനം അന്വേഷിക്കുമെങ്കിലും കിട്ടാനില്ലെന്ന റിപ്പോർട്ടാണ് RMS ഓഫീസിൽ നിന്ന് നൽകുന്നത്. റെയിൽവേ സ്റ്റേഷൻ വികസന പ്രവൃത്തി തുടങ്ങിയപ്പോൾ RMSന്റെ കുറേ സ്ഥലം റെയിൽവേ തിരിച്ചെടുത്തിട്ടുണ്ട്. റെയിൽവേ വികസനത്തിന്റെ പേര് പറഞ്ഞുകൊണ്ട് കഴിഞ്ഞ 10-40 വർഷക്കാലത്തോളമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന റെയിൽവേ സ്റ്റേഷനടുത്തുള്ള ഈ കെട്ടിടം പൊളിച്ചു മാറ്റുവാൻ റെയിൽവേ മന്ത്രാലയം തീരുമാനിച്ചിരിക്കുകയാണ്. 40 വർഷക്കാലത്തോളം വടകരയിലെ മെയിൽ സർവീസ് നടത്തിവരുന്ന ഈ റെയിൽവേയുടെ ഈ സ്ഥാപനം വികസനത്തിന്റെ പേര് മറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ഇത് പൊളിച്ചു മാറ്റുവാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്നത്. RMS വഴി തപാൽ നീക്കം കൂടി വരുന്ന സാഹചര്യത്തിലാണ് ഓഫീസ് ഇല്ലാതാക്കാനുള്ള ശ്രമം. വൈകിട്ട് മുതൽ പുലർച്ചെ വരെ രജിസ്റ്റേർഡ് തപാൽ സ്വീകരിച്ച് സമയം ദീർഘിപ്പിച്ചതോടെ ഇവിടെ തിരക്ക് കൂടിയിരുന്നു. ദിവസം 1600 തപാൽ മാത്രമേ സ്വീകരിക്കാൻ നിയമമുള്ളൂ. പരീക്ഷാ ദിവസം ഉത്തരക്കടലാസുകൾ എത്തിക്കാൻ വിദ്യാഭ്യാസ വകുപ്പും RMS ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ആശങ്കയുടെ നിഴലിലാകുന്നത്. ന്യൂസ് 18 വടകര. 1 വർഷം നീണ്ട സേവനത്തിലൂടെ നാട്ടുകാരുടെ പ്രിയപ്പെട്ട വില്ലേജ് ഓഫീസറായി മാറിയ ഉദ്യോഗസ്ഥയ്ക്ക് ജനകീയ യാത്രയയപ്പ് നൽകി നാട്. മലപ്പുറം തിരൂർ മംഗലത്താണ് നാടൊന്നാകെ ചേർന്ന് വില്ലേജ് ഓഫീസറെ യാത്രയാക്കിയത്. മംഗലം വില്ലേജ് ഓഫീസർ ആയിരിക്കെ തിരുവനന്തപുരത്തേക്ക് സ്ഥലം മാറിപ്പോകുന്ന നിഷ ശിവാനന്ദനാണ് നാടിന്റെ സ്നേഹോദാരം നൽകിയിരിക്കുന്നത്. രാഷ്ട്രീയ കക്ഷി നേതാക്കളും വിവിധ സംഘടനകളും ഒരുമിച്ചാണ് നിഷ ശിവാനന്ദന് യാത്രയയപ്പ് ഒരുക്കിയത്. 2023 ജൂലൈയിലാണ് ഇവർ മംഗലത്ത് വില്ലേജ് ഓഫീസറായി ചുമതലയേറ്റത്. തിരുവനന്തപുരത്ത് UD ക്ലാർക്കായിരിക്കെ ഉദ്യോഗ കയറ്റത്തോടെയായിരുന്നു മംഗലത്തെ നിയമനം. ഓഫീസിലെത്തുന്ന എല്ലാവരോടും സൗമ്യതയോടെ പെരുമാറിയും പരമാവധി വേഗത്തിൽ ആവശ്യങ്ങൾ നിറവേറ്റി നൽകിയുമാണ് നിഷ മംഗലത്തുകാരുടെ ഹൃദയം കവർന്നത്. അനാവശ്യമായി താമസിപ്പിക്കാതെയും കുരുക്കുകൾ സൃഷ്ടിക്കാതെയും ഫയലുകളിലും അപേക്ഷകളിലും തീർപ്പും കൽപ്പിച്ചിരുന്നു.
അപകട മേഖലകളിലും മറ്റും ഓടിയെത്തി നാട്ടുകാർക്കൊപ്പം ചേർന്ന് പ്രവർത്തിക്കുകയും ചെയ്തിരുന്നു. അതിനാൽ യാത്രയയപ്പ് ജനപങ്കാളിത്തം കൊണ്ട് പ്രൗഢമായി. ചെണ്ടമേളത്തിന്റെ അകമ്പടിയോടെയാണ് വില്ലേജ് ഓഫീസറെ യാത്രയയപ്പ് വേദിയിലേക്ക് ആനയിച്ചത്. ജനങ്ങളുടെ പ്രശ്നങ്ങൾ കൃത്യമായി കേട്ട് പരിഹരിക്കുന്നത് വഴി വില്ലേജ് ഓഫീസിലെത്തുന്ന ഓരോ വ്യക്തിയെയും ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി ഓരോ ഫയലും, നമുക്കറിയാം ഓരോ ഫയലിലെയും ഒരു ജീവിതമായി കാണണമെന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. പക്ഷെ അത് പറയുന്നതിനപ്പുറം ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്ന ഉദ്യോഗസ്ഥർ വളരെ കുറവാണ്. പക്ഷെ ഇന്ന് എനിക്ക് ഉറപ്പായിട്ടും പറയാൻ കഴിയും, ശ്രീമതി നിഷ ശിവാനന്ദൻ തീർച്ചയായിട്ടും ആ രീതിയിൽ ഓരോ ഫയലിനെയും ഓരോ ജീവിതമായി കണ്ട് തൻ്റെ മുൻപിലെത്തുന്ന ഓരോ വ്യക്തിയെയും അവരുടെ പ്രശ്നങ്ങൾ പരിഹരിച്ച് ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ കൃത്യമായി മനസ്സിലാക്കി തന്നാൽ കഴിയുന്ന പരമാവധി ആ വ്യക്തിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്ന ഒരു ഓഫീസറാണെന്ന് എനിക്ക് നിസ്സംശയം പറയുവാൻ സാധിക്കും. ഓഫീസിലെ തിരക്കുകൾക്കിടയിലും മുന്നിലെത്തുന്നവരുടെ ആവശ്യങ്ങൾക്ക് പരിഹാരം കാണാൻ പ്രയത്നിച്ചതാണ് നിഷ ശിവാനന്ദനെ വ്യത്യസ്തമാക്കിയതെന്നും ഇത് മാതൃകാപരമാണെന്നും യാത്രയയപ്പ് സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് തിരൂർ സബ് കളക്ടർ ദിലീപ് കെ കൈനിക്കര പറഞ്ഞു. പൗരാവലിയുടെ ഉപഹാരം സബ് കളക്ടർ സമ്മാനിച്ചു. ന്യൂസ് 18 തിരൂർ. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായ ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റിൽ അശ്വിൻ ഇന്നലെ സെഞ്ചുറി നേട്ടം സ്വന്തമാക്കി. 108 പന്തിലാണ് അശ്വിൻ സെഞ്ചുറി നേട്ടത്തിലെത്തിയത്. ടെസ്റ്റിൽ അശ്വിന്റെ 6ാം സെഞ്ചുറിയാണ് ഇത്. ആദ്യ ദിനം അവസാനിക്കുമ്പോൾ 6 വിക്കറ്റ് നഷ്ടത്തിൽ 339 റൺസാണ് ഇന്ത്യയുടെ നേട്ടം. ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പിന്റെ ഭാഗമായി നടക്കുന്ന ഇന്ത്യ ബംഗ്ലാദേശ് ടെസ്റ്റിന്റെ ആദ്യ ദിനം അവസാനിക്കുമ്പോൾ 339 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന നിലയിലേക്കാണ് ഇന്ത്യ മാറിയിരിക്കുന്നത്. ആദ്യ ദിനത്തിന്റെ തുടക്കത്തിൽ തന്നെ വലിയൊരു മുന്നേറ്റമായിരുന്നു ബംഗ്ലാദേശിന്റെ പേസ് ബോളർമാർ കാഴ്ചവെച്ചിരുന്നത്. MA ചിദംബരം സ്റ്റേഡിയത്തിൽ നടന്ന മത്സരത്തിൽ തുടക്കം തന്നെ ആവേശകരമായ രീതിയിൽ ബംഗ്ലാദേശിലെ ബൌളർമാർ ഇന്ത്യൻ ബാറ്റർമാരെ വീഴ്ത്തിയിരുന്ന ഒരു കാഴ്ചയായിരുന്നു ഉണ്ടായിരുന്നത്. ക്യാപ്റ്റൻ രോഹിത് ശർമ്മ, വിരാട് കോഹ്ലി എന്നിവർ 6 റൺസിന് പുറത്തായപ്പോൾ യശസ്വി ജയ്സ്വാളാണ് 56 റൺസ് നേടി ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിന്റെ മാനം കാക്കാൻ ശ്രമിച്ചത്. ഋഷഭ് പന്ത് 39 റൺസിന് പുറത്തായപ്പോൾ ശുഭ്മൻ ഗിൽ ഒരു റണ്ണ് പോലും നേടാനാവാതെ 0-ന് പുറത്താവുകയും ചെയ്തിരുന്നു. അങ്ങനെ തകർന്നടിഞ്ഞിരുന്ന ഇന്ത്യൻ ബാറ്റിംഗ് നിര 144 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന രീതിയിൽ നിൽക്കുമ്പോഴാണ് അശ്വിനും ജഡേജയും പാർട്ട്ണർഷിപ്പ് ആരംഭിക്കുന്നത്. 195 റൺസിന്റെ പാർട്ട്ണർഷിപ്പാണ് ഇരുവരും കൂട്ടിച്ചേർത്തിരിക്കുന്നത്. അതിൽ അശ്വിൻ സെഞ്ചുറി നേടുകയും ചെയ്തു. 108 പന്തിൽ നിന്നാണ് അശ്വിന്റെ സെഞ്ചുറി നേട്ടം. അശ്വിന്റെ ടെസ്റ്റ് കരിയറിൽ തന്നെ ഇത് 6ാമത്തെ ടെസ്റ്റ് സെഞ്ചുറിയാണ്. അതോടൊപ്പം തന്നെ ഏറ്റവും വേഗമേറിയ ടെസ്റ്റ് സെഞ്ചുറി അശ്വിൻ കുറിക്കുന്നത് ഈ മത്സരത്തിൽ തന്നെയാണ്. രവീന്ദ്ര ജഡേജയും അർദ്ധ സെഞ്ചുറി നേടി അശ്വിന് കൂട്ടായി നിൽക്കുകയും ചെയ്തു എന്നുള്ളതാണ്. അശ്വിനെയും ജഡേജയും സംബന്ധിച്ചിടത്തോളം MA ചിദംബരം സ്റ്റേഡിയത്തിലെ കണ്ടീഷൻസ് ഒക്കെ തന്നെ അവർക്ക് അറിയാവുന്നതാണ്. അശ്വിനെ സംബന്ധിച്ചിടത്തോളം അശ്വിൻ ഒരു ചെന്നൈ പയ്യനാണ്. ജഡേജയെ സംബന്ധിച്ചിടത്തോളം IPL-ൽ ചെന്നൈ സൂപ്പർ കിങ്സിന് വേണ്ടി ഹോം ഗ്രൗണ്ടിൽ കളിക്കുന്നത് ഇതേ സ്റ്റേഡിയത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ കണ്ടീഷൻസ് ഇരു പ്ലെയേഴ്സിനും അനുകൂലമായി മാറി. അതുകൊണ്ട് തന്നെ ഇന്ത്യക്ക് ഒരു തകർച്ചയുടെ മട്ടിൽ നിന്നും 144 റൺസിന് 6 വിക്കറ്റ് നഷ്ടത്തിൽ എന്ന തകർച്ചയുടെ സ്കോറിൽ നിന്നാണ് 339 റൺസിലേക്ക് നേടാൻ സാധിച്ചത്. ഹസൻ മഹ്മൂദാണ് ഇന്ത്യയുടെ ടോപ്പ് ഓർഡറിനെ നിലംപരിശാക്കി മാറ്റിയ ബംഗ്ലാദേശി പേസ് ബോളർ. ഏകദേശം 4 വിക്കറ്റാണ് ഹസൻ മഹ്മൂദ് നേടിയെടുത്തത്. അതോടൊപ്പം തന്നെ മെഹദി ഹുസൈൻ 1 വിക്കറ്റ് നേടുകയും ചെയ്തു എന്നുള്ളതാണ് ബംഗ്ലാദേശ് ബൗളർമാരെ സംബന്ധിച്ചിടത്തോളം. എന്നാൽ ഷാക്കിബ് അൽ ഹസനെ ഏകദേശം ആദ്യത്തെ 2 സെഷൻ വരെയും ഉപയോഗിച്ചില്ല ബംഗ്ലാദേശി ക്യാപ്റ്റനായ ഷാന്റോ. അതിനുശേഷമാണ് ഷക്കീബ് അൽ ഹസൻ അദ്ദേഹം ഉപയോഗിക്കുന്നത്. പക്ഷേ ഷാക്കിബിന് ആദ്യ ദിനം മികച്ച പ്രകടനം നേടാൻ സാധിച്ചില്ല. 8 ഓവറിൽ 50 റൺസോളം അദ്ദേഹം വിട്ടുകൊടുത്തു എന്നുള്ളതാണ് എടുത്തു സൂചിപ്പിക്കേണ്ട കാര്യം. തുടക്കത്തിൽ തന്നെ പേസ് ബൗളിംഗ് നിരയ്ക്ക് വലിയ രീതിയിലുള്ള ഒരു മേൽക്കൊയ്മ ഈ ഗ്രൗണ്ടിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ ആരാധകർ ഈ സ്കോർ നേട്ടത്തിനോടൊപ്പം തന്നെ ബംഗ്ലാദേശിന്റെ ബാറ്റിങ്ങിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ബുംറയുടെ പേസ് നിര എങ്ങനെയായിരിക്കും, ബംഗ്ലാദേശ് ടോപ്പ് ഓർഡർമാരെ ഏതൊക്കെ രീതിയിൽ ചോദ്യം ചെയ്യും എന്നുള്ളതൊക്കെ അറിയാനുള്ള ആകാംക്ഷയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികളും. പക്ഷേ ഏറ്റവും എടുത്ത് ആദ്യത്തെ ദിനത്തെ നമുക്ക് സൂചിപ്പിക്കാൻ സാധിക്കുന്നത് അശ്വിനും ജഡേജയും നടത്തിയ ഒരു രക്ഷാപ്രവർത്തനം തന്നെയാണ്. 144 എന്ന സ്കോറിൽ 200 ഓൾ ഔട്ട് ആയേക്കാം എന്നുള്ള ഒരു സാധ്യതയിൽ നിന്നാണ് ഇപ്പോൾ 339 റൺസ് എന്നൊരു കൂറ്റൻ സ്കോറിലേക്ക് ഇന്ത്യയെ, പ്രത്യേകിച്ച് ഈ കണ്ടീഷൻസിൽ അതൊരു കൂറ്റൻ സ്കോറായി മാറുന്ന ഒരു സാഹചര്യവും കൂടിയുണ്ട്. രണ്ടാം ദിനത്തിലും ഇതേ മൊമെന്റം തന്നെ ഇന്ത്യക്ക് കൈകാര്യം ചെയ്യാൻ സാധിക്കുമോ എന്നുള്ളതാണ് ക്രിക്കറ്റ് പ്രേമികൾ ഉറ്റുനോക്കുന്നത്. അങ്ങനെ 6ാം സെഞ്ചുറി സ്വന്തമാക്കിയിരിക്കുന്നു. ഇന്നലെ തുടക്കത്തിൽ വലിയ വിക്കറ്റ് നഷ്ടമായിരുന്നു ഇന്ത്യക്ക്. അതിനുശേഷമാണ് ഈ അശ്വിനും അടക്കം രക്ഷാപ്രവർത്തനം നടത്തുകയും തുടർന്ന് ഇന്ത്യ ഏതാണ്ട് കരകയറിയ മട്ടിലാവുകയും ചെയ്തത്. അപ്പോൾ അവന് ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു അല്ലേ ഷേന്ദു? ഒരുപാട് വാർത്തകളുണ്ടായിരുന്നു, വിശേഷങ്ങളുണ്ടായിരുന്നു, അതിഥി ഉണ്ടായിരുന്നു. നമുക്ക് തൽക്കാലം മോർണിംഗ് വൈബ്സ് അവസാനിപ്പിക്കാനുള്ള സമയമാണ്. കൂടുതൽ വാർത്തകളുണ്ടാകും വരും ബുള്ളറ്റിനുകളിൽ. തൽക്കാലം നമസ്കാരം, നല്ലൊരു ദിവസവും ആശംസിക്കുന്നു. നമസ്കാരം.